എല്ലാ കുട്ടികൾക്കും നമസ്കാരം. വിശ്വഭാരതിയുടെ ഓൺലൈൻ ക്ലാസ് ആരംഭിക്കുകയാണ്. പരീക്ഷാകാലമാണ്. അതുകൊണ്ട് തന്നെ പരീക്ഷയിൽ ആവശ്യമായ ഗ്രാമർ ഭാഗങ്ങളിലേക്ക് നമുക്കൊന്ന് നോക്കാം. ഇന്ന് റിപ്പോർട്ടഡ് സ്പീച്ച്, അതായത് ഡയറക്റ്റ് സ്പീച്ചിൽ നിന്ന് റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് എങ്ങനെയാണ് വാക്യങ്ങൾ മാറ്റുന്നത് എന്ന് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. എന്താണ് റിപ്പോർട്ടിങ് എന്ന് ആദ്യം നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് വി റിപ്പോർട്ട് വാട്ട് സംബഡി ഹാസ് സെഡ് ഇൻ 2 ways. 2 തരത്തിലാണ് ഒരാൾ പറഞ്ഞ കാര്യങ്ങളെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതായത് ഒരാളുടെ ആക്ച്വൽ സ്പീച്ചിനെ 2 രീതിയിൽ നമുക്ക് റിപ്പോർട്ട് ചെയ്യാം. ഏതൊക്കെയാണ് ആ 2 മാർഗങ്ങൾ? ഡയറക്റ്റ് സ്പീച്ചും ഇൻഡയറക്റ്റ് സ്പീച്ചുമാണ്. ഈ ഇൻഡയറക്റ്റ് സ്പീച്ചിനെ തന്നെയാണ് നമ്മൾ റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഡയറക്റ്റ് സ്പീച്ച് എന്ന് പറയുമ്പോൾ അതിനൊരു ഉദാഹരണം നമുക്ക് നോക്കാം. എന്താണ് ഡയറക്റ്റ് സ്പീച്ച്? എപ്പോഴും ഒരാൾ പറഞ്ഞ കാര്യത്തെ കോമയിട്ട് ഇൻവേർട്ടഡ് കോമയൊക്കെ ചേർത്തിട്ട് എഴുതുന്ന ഒരു രീതിയാണ്. ഇവിടെ നമ്മളൊരു എക്സാമ്പിൾ നോക്കാം. അക്ബർ ആസ്ക്ഡ് അലി, വാട്ട് ആർ യു സെർച്ചിങ് ഹിയർ? ഈ രീതിയിലുള്ള ഒരു റിപ്പോർട്ടിങ്ങിനെയാണ് നമ്മൾ ഡയറക്റ്റ് റിപ്പോർട്ടിങ് അഥവാ ഡയറക്റ്റ് സ്പീച്ച് എന്ന് പറയുന്നത്. ഇവിടെ എന്താണ് ചെയ്തിരിക്കുന്നത്? അക്ബർ ആസ്ക്ഡ് അലി എന്ന് പറഞ്ഞിരിക്കുന്നു. അതിനുശേഷം ഒരു കോമയിട്ട് എന്താണ് അക്ബർ അലിയോട് പറഞ്ഞിരിക്കുന്നത് എന്ന് ഇൻവേർട്ടഡ് കോമയിൽ പറഞ്ഞിട്ടുണ്ട്. വാട്ട് ആർ യു സെർച്ചിങ് ഹിയർ? ഇവിടെ നമുക്ക് ആദ്യ ഭാഗത്തെ, അതായത് അക്ബർ ആസ്ക്ഡ് അലി എന്ന് പറയുന്ന ഭാഗത്തെ റിപ്പോർട്ടിംഗ് ക്ലോസ് എന്ന് പറയാം. ഇൻവേർട്ടഡ് കോമയ്ക്കകത്ത് കോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഭാഗം, വാട്ട് ആർ യു സെർച്ചിങ് ഹിയർ എന്നുള്ള ഭാഗം റിപ്പോർട്ടഡ് ക്ലോസ് എന്ന് പറയാം. അപ്പോൾ ഈ ഡയറക്റ്റ് സ്പീച്ചിലുള്ള റിപ്പോർട്ടിങ്ങിന് 2 ഭാഗങ്ങളുണ്ട്. ഫസ്റ്റ് പാർട്ടിനെ നമ്മൾ റിപ്പോർട്ടിംഗ് ക്ലോസ് എന്ന് പറയും. അക്ബർ ആസ്ക്ഡ് അലി എന്ന് പറയുന്ന ഭാഗം റിപ്പോർട്ടിംഗ് ക്ലോസ് ആണ്. വാട്ട് ആർ യു സെർച്ചിങ് ഹിയർ എന്ന് പറയുന്ന ഭാഗത്തെ നമ്മൾ റിപ്പോർട്ടഡ് ക്ലോസ് എന്ന് പറയുന്നു. ഇനി നമ്മൾ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് പോകുമ്പോൾ, അതായത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ, റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറുമ്പോൾ നമുക്കതിനുള്ള വ്യത്യാസം കാണാം. അക്ബർ ആസ്ക്ഡ് അലി വാട്ട് ഹി വാസ് സെർച്ചിങ് ഹിയർ എന്നാണ്. എന്താണ് ഈ ഡയറക്റ്റ് സ്പീച്ചും ഇൻഡയറക്റ്റ് സ്പീച്ചും തമ്മിലുള്ള വ്യത്യാസം നമ്മളിവിടെ കാണുന്നത്? ആദ്യത്തേതിൽ റിപ്പോർട്ടിംഗ് ക്ലോസിനെ നമ്മൾ വേർതിരിച്ച് ഒരു കോമയിട്ട് കാണിക്കുന്നു. റിപ്പോർട്ട് ചെയ്യാനുള്ള ഭാഗത്തെ നമ്മൾ ഇൻവേർട്ടഡ് കോമയിൽ, അതായത് കോട്ട് ചെയ്ത് കാണിക്കുന്നു. എന്നാൽ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് അഥവാ റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് വരുമ്പോൾ അക്ബർ ആസ്ക്ഡ് അലി എന്ന് പറഞ്ഞതിന് ശേഷം മുകളിൽ കൊടുത്തിരിക്കുന്ന വാട്ട് എന്ന ഭാഗത്തെ അതിനോട് ചേർത്ത് പിന്നീട് വരുന്ന ആർ യു സെർച്ചിങ് ഹിയർ എന്നുള്ളത് ഹി വാസ് സെർച്ചിങ് ദർ എന്നാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഡയറക്റ്റ് സ്പീച്ചിൽ നിന്ന് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറുമ്പോൾ നമ്മൾ എന്തൊക്കെ ഇവിടെ മാറ്റം വരുത്തി? ആദ്യത്തെ ഭാഗത്തിന് മാറ്റമില്ല. അക്ബർ ആസ്ക്ഡ് അലി എന്ന് പറയുന്ന ഭാഗത്തിന് മാറ്റമില്ല. അത് റിപ്പോർട്ടിംഗ് ക്ലോസ് ആണ്. റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ക്ലോസ് ആണ്. അതിനകത്തുള്ള ആസ്ക്ഡ് എന്ന് പറയുന്ന വേർബ് റിപ്പോർട്ടിംഗ് വേർബ് എന്ന് പറയും. റിപ്പോർട്ടിംഗ് ക്ലോസിലുള്ള വേർബിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റിപ്പോർട്ടിംഗ് വേർബ് എന്ന് പറയുന്നത്. ഇനി അതിനോട് ചേർത്തുകൊണ്ട് വാട്ട് ആർ യു സെർച്ചിങ് ഹിയർ എന്നുള്ള ഭാഗം വാട്ട് ഹി വാസ് സെർച്ചിങ് ദർ എന്നാക്കി മാറിയിരിക്കുന്നു. അതായത് വാട്ട് എന്നത് ഇതിനോട് ചേർത്ത് ആ കോട്ട് ചെയ്ത ഭാഗം, ഇൻവേർട്ടഡ് കോമാസും കോമയൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. അതിനുശേഷം ആർ യു എന്നുള്ളതിൻ്റെ സ്ഥാനത്ത് ആറും യുവും തിരിച്ചിട്ട് കഴിഞ്ഞാൽ എന്താവും? യു ആർ എന്നാകും. അങ്ങനെ തിരിച്ചിട്ടിട്ട് യുവിൻ്റെ സ്ഥാനത്ത് ഹിയും ആർ എന്നത് പാസ്റ്റ് ടെൻസിലേക്ക് വാസ് എന്നും ആക്കിയിട്ട് സെർച്ചിങ് ഹിയർ എന്നുള്ളത് സെർച്ചിങ് ദർ എന്നാക്കി ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടിരിക്കുകയാണ്. അതായത് ചോദ്യങ്ങൾ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലാണ് അവസാനിക്കുന്നത് എന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ ഡയറക്റ്റ് സ്പീച്ചിൽ നിന്ന് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറുമ്പോൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയും.
അക്ബർ ആസ്ക്ഡ് അലി വാട്ട് ഹി വാസ് സെർച്ചിങ് ദർ എന്ന് പറയുന്ന ഈ റിപ്പോർട്ടഡ് സ്പീച്ചിലുള്ള വാക്യത്തിന് എന്തൊക്കെ ഘടകങ്ങളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആദ്യ ഭാഗം അക്ബർ ആസ്ക്ഡ് അലി എന്നുള്ള ഭാഗമാണ്. അതിന് നമ്മൾ പറയുക റിപ്പോർട്ടിംഗ് ക്ലോസ് എന്ന് പറയും. അതിനകത്തുള്ള ഒരു വേർബാണ് ആസ്ക്ഡ്. അതിന് നമ്മൾ റിപ്പോർട്ടിംഗ് വേർബ് എന്ന് പറയും. ഓർക്കുക, റിപ്പോർട്ടിംഗ് വേർബിന് വലിയ പ്രാധാന്യമുണ്ട്. അത് നമുക്ക് വഴിയെ പറയാം. അടുത്ത ഭാഗമെന്ന് പറയുന്നത് വാട്ട്. ഇവിടെ വാട്ട് എന്നത് ആദ്യത്തെ ഭാഗത്ത് നമ്മൾ കണ്ടത് ഒരു ചോദ്യവാക്യമായിട്ടാണ്, ചോദ്യവാക്യത്തിൻ്റെ തുടക്കമാണ്, ക്വസ്റ്റ്യൻ വേർഡായിട്ടാണ് വാട്ട് കണ്ടത്. ഇവിടെ നമ്മൾ ലിങ്കിങ് വേർഡായിട്ടാണ് വാട്ടിനെ ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത്. എന്തുകൊണ്ടാണ് അതേ ക്വസ്റ്റ്യൻ വേർഡ് ഇവിടെ റിപ്പോർട്ടഡ് സ്പീച്ചിൽ ലിങ്കിങ് വേർഡ് ആയത് എന്ന് നമുക്ക് വഴിയെ പറയാം. ഹി വാസ് സെർച്ചിങ് ദർ എന്നുള്ളതാണ് തുടർന്നുള്ള ഭാഗം. അതിനെ നമ്മൾ റിപ്പോർട്ട് ചെയ്ത ഭാഗം എന്ന അർത്ഥത്തിൽ റിപ്പോർട്ടഡ് ക്ലോസ് എന്ന് പറയുന്നു. ഈ 4 ഭാഗങ്ങൾ ചേർന്നിട്ടാണ് ഇവിടെ റിപ്പോർട്ടഡ് സ്പീച്ച് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് കംപ്ലീറ്റ് ചെയ്തപ്പോൾ ഇതൊരു സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലുള്ള ഒരു ഉത്തരമായിട്ട് മാറിയിട്ടുണ്ട്. നമുക്ക് സാധാരണഗതിയിൽ 4 തരത്തിലുള്ള വാക്യങ്ങളാണ് റിപ്പോർട്ട് ചെയ്യാൻ പരീക്ഷകളിൽ ഉണ്ടാവുക. ഏതൊക്കെയാണ് ആ 4 ടൈപ്സ് ഓഫ് സെൻറ്റൻസസ് അറിയാമോ? ഒന്നാമത്തേത് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. എന്താണ് ഈ സ്റ്റേറ്റ്മെൻറ്റുകളുടെ പ്രത്യേകത? ഇവയെ നമ്മൾ അസർട്ടീവ് സെൻറ്റൻസ് അല്ലെങ്കിൽ ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് എന്നൊക്കെയാണ് പറയുക. അതായത് അക്കോർഡിംഗ് ടു ദ മീനിങ് ഓഫ് എ സെൻറ്റൻസ്, എ സെൻറ്റൻസ് ക്യാൻ ബി ഡിവൈഡഡ് ഓർ സെൻറ്റൻസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻറ്റു 4 എന്നാണ് നമ്മൾ പഠിക്കുന്നത്. അതായത് ഒരു വാക്യത്തിൽ അടങ്ങിയിരിക്കുന്ന അർത്ഥത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു വാക്യം എന്തർത്ഥം ഉണ്ടാക്കുന്നു, എന്ത് മീനിങ് ആണ് ആ വാക്യത്തിനുള്ളത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് വാക്യങ്ങളെ നമ്മൾ ഈ രീതിയിൽ തരംതിരിച്ചിരിക്കുന്നത്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റുകൾ എന്ന് പറഞ്ഞാൽ പ്രസ്താവനാ വാക്യങ്ങളെന്ന് മലയാളത്തിൽ പറയും. ഒരു പ്രസ്താവനയെ സൂചിപ്പിക്കുന്ന വാക്യങ്ങളാണ് സ്റ്റേറ്റ്മെൻറ്റ്സ്. സാധാരണഗതിയിൽ സബ്ജക്റ്റ്, വേർബ്, ഒബ്ജക്റ്റ് എന്ന രൂപത്തിൽ നമ്മൾ പറയാറുള്ള SVO പാറ്റേണിലുള്ള വാക്യങ്ങൾ, അതിനെയാണ് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയാം. രണ്ടാമത്തെ തരം വാക്യങ്ങൾ ഏതാണ്? റിക്വസ്റ്റ്, കമാൻഡ്സ്, സജഷൻസ് എന്നിവയൊക്കെ വരുന്നതാണ്. എന്താണ് ഈ കാര്യങ്ങളൊക്കെ? അതായത് റിക്വസ്റ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണഗതിയിൽ അപേക്ഷകളാണ്, ആരോടെങ്കിലും അപേക്ഷിക്കുന്ന രൂപത്തിലുള്ള വാക്യങ്ങൾ വരിക. കമാൻഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓർഡർ, അതായത് ആജ്ഞകൾ, ആജ്ഞാപിക്കുക. സജഷൻസ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും നിർദ്ദേശങ്ങളൊക്കെ വെക്കുക. അപ്പോൾ ഏതെങ്കിലും ഒരു വാക്യം അപേക്ഷാരൂപത്തിലോ ആജ്ഞാരൂപത്തിലോ നിർദ്ദേശങ്ങളുടെ രൂപത്തിലോ ഒക്കെ അർത്ഥമുണ്ടാക്കുന്നുണ്ടെങ്കിൽ അവയെ നമ്മൾ എന്ത് പറയും? റിക്വസ്റ്റ്, കമാൻഡ്സ്, സജഷൻസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഇവയ്ക്ക് വേറൊരു പേര് കൂടിയുണ്ട്. പെട്ടെന്ന് മനസ്സിലാകാനാണ് ഞാൻ ഈ റിക്വസ്റ്റ്, കമാൻഡ്സ് എന്ന് എഴുതിയിരിക്കുന്നത്. ഇവയെ നമ്മൾ പറയുന്നത് ഇമ്പറേറ്റീവ് സെൻറ്റൻസുകൾ എന്നാണ്. ഇനി മൂന്നാമതൊരു തരം സെൻറ്റൻസ് ചോദ്യരൂപങ്ങളാണ്. ചോദ്യരൂപങ്ങൾക്ക് പൊതുവേ നമ്മൾ ഇൻ്ററോഗേറ്റീവ് സെൻറ്റൻസുകൾ എന്ന് പറയും. 2 തരത്തിലുള്ള ഇൻ്ററോഗേറ്റീവ് സെൻറ്റൻസുകളാണ് നമ്മൾ സാധാരണ റിപ്പോർട്ട് ചെയ്യാൻ നമുക്ക് വരാറുള്ളത്. WH ക്വസ്റ്റ്യൻസും യെസ് ഓർ നോ ക്വസ്റ്റ്യൻസുമാണവ. ഈ WH ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ WH എന്നീ അക്ഷരങ്ങളിൽ ആരംഭിക്കുന്ന വാക്കുകളാൽ തുടങ്ങുന്ന ചോദ്യങ്ങളാണ് ക്വസ്റ്റ്യൻ വേർഡ് ക്വസ്റ്റ്യൻസ്, ഇൻഫർമേഷൻ ക്വസ്റ്റ്യൻസ് എന്നൊക്കെ ഇവയ്ക്ക് പേരുണ്ട്. അതുപോലെ തന്നെ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം യെസ് എന്നോ നോ എന്നോ ഉത്തരം കൊടുക്കാവുന്ന ചോദ്യങ്ങളാണ്. അപ്പോൾ സഹായക ക്രിയ, നമ്മുടെ ഓക്സിലറീസിൽ തുടങ്ങുന്ന ചോദ്യങ്ങളെയാണ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് എന്ന് പറയുക. ഈ 2 ചോദ്യങ്ങളെ പൊതുവായിട്ട് നമ്മൾ പറയും ഇൻ്ററോഗേറ്റീവ് സെൻറ്റൻസുകൾ. ഏറ്റവും ഒടുവിലായിട്ട് 4ാമതായിട്ട് നമ്മൾ പറയുന്നത് ആശ്ചര്യത്തെ സൂചിപ്പിക്കുന്ന വാക്യങ്ങൾ, ആശ്ചര്യം ഉളവാക്കുന്ന രീതിയിൽ എഴുതുന്ന വാക്യങ്ങളാണ്. ഇവയാണ് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസുകൾ എന്ന് പറയാം. ഇങ്ങനെ 4 തരം വാക്യങ്ങൾ, 4 ടൈപ്സ് ഓഫ് സെൻറ്റൻസസ് ആണ് നമുക്ക് പരീക്ഷകളിൽ റിപ്പോർട്ട് ചെയ്യാനായിട്ട് സംഭാഷണ രൂപങ്ങളിൽ കോൺവെർസേഷണലായിട്ട് തരുന്നത്. ഇനി നമുക്ക് ചില റൂൾസ് ഉണ്ട് ഈ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഡയറക്റ്റ് സ്പീച്ചിൽ നിന്ന് അല്ലെങ്കിൽ ആക്ച്വൽ സ്പീച്ചിനെ നമ്മൾ ഡയറക്റ്റ് സ്പീച്ചിലേക്കോ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്കോ ഒക്കെ മാറ്റുമ്പോൾ, പ്രത്യേകിച്ചും റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ പാലിക്കേണ്ടതായിട്ടുള്ള ചില റൂൾസ് ഉണ്ട്. എന്തൊക്കെയാണ് നമുക്ക് ആ റൂൾസ് എന്ന് നോക്കാം. റൂൾസ് ടു ചേഞ്ച് ദ സെൻറ്റൻസ് ഇൻ ടു റിപ്പോർട്ടഡ് സ്പീച്ച്. എന്തൊക്കെയാണ് ഈ റൂൾസ്? നമ്മൾ പറഞ്ഞല്ലോ 4 വാക്യങ്ങളുണ്ടെന്ന് പറഞ്ഞു.
ഈ 4 വാക്യങ്ങളിൽ ആദ്യത്തെ നമ്മൾ പറഞ്ഞത് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. ഈ സ്റ്റേറ്റ്മെൻറ്റ്സിലുള്ള 2 വാക്യങ്ങൾ അത് സംഭാഷണ രൂപത്തിലാണ്. ഹരീഷ്, രമേശ് എന്നീ 2 വ്യക്തികൾ സംസാരിക്കുന്ന രൂപത്തിൽ ഒരു കോൺവെർസേഷനായിട്ടാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് രണ്ടും സ്റ്റേറ്റ്മെൻ്റ് ആണ് എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അതായത് ഹരീഷ് ഐ ആം എ സ്റ്റുഡൻറ്റ് എന്ന് പറയുന്നു, രമേശ് ഐ ആം ആൾസോ എ സ്റ്റുഡൻറ്റ് എന്ന് പറയുകയാണ്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു സെൻറ്റൻസ് തന്നിട്ട്, ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ട് നമുക്കിത് എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് നമ്മൾ പഠിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഈ സ്റ്റേറ്റ്മെൻറ്റ് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഹരീഷും രമേശും തമ്മിലുള്ള സംഭാഷണത്തെ എടുക്കുകയാണ്. അപ്പോൾ ആര് ആരോട് പറഞ്ഞു, ആര് ആരോട് ചോദിച്ചു എന്നൊക്കെയാണ് നമ്മൾ സാധാരണ റിപ്പോർട്ടിംഗ് ക്ലോസ് ആയിട്ട് നമ്മൾ എടുക്കുക. ഹരീഷും രമേശും തമ്മിലുള്ള സംഭാഷണമാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഹരീഷ് പറയുന്നു ഐ ആം എ സ്റ്റുഡൻറ്റ്. രമേശും അതിന് ഉത്തരമായിട്ടല്ല, അത് കേട്ടുകൊണ്ട് ഹരീഷിനോട് സംസാരിക്കുന്നു ഐ ആം ആൾസോ എ സ്റ്റുഡൻറ്റ്. ഇവർ തമ്മിലുള്ള ഈ സംഭാഷണം നമുക്കെങ്ങനെ ഒരു ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് അഥവാ റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റാം എന്ന് നോക്കാം. ഇവിടെ ആദ്യം നമ്മൾ പറയേണ്ടത് ആര് ആരോട് പറഞ്ഞു എന്നുള്ളതാണല്ലോ. ഹരീഷ് ടോൾഡ് രമേശ്. ഇവിടെ പറയുകയാണ് ചെയ്തത്. സാധാരണ ചോദിക്കുക, ആജ്ഞാപിക്കുക, റിക്വസ്റ്റ് ചെയ്യുക, അപേക്ഷിക്കുക, നിർദ്ദേശിക്കുക എന്നൊക്കെയുള്ള രൂപങ്ങളൊക്കെ ഉണ്ടാകും. എന്നാൽ ഇവിടെ സാധാരണ മട്ടിൽ പറഞ്ഞതാണ്. അതുകൊണ്ട് ഹരീഷ് ടോൾഡ് രമേശ്. ഇതാണ് നമ്മുടെ ആദ്യത്തെ നമ്മൾ എഴുതേണ്ടുന്ന റിപ്പോർട്ടിംഗ് ക്ലോസ്. എന്നിട്ട് നമ്മൾ അതിനെ ഒരു ഘടകപദം വെച്ചിരിക്കുന്നു, ഒരു കൺജങ്ഷൻ, ഒരു ജോയിനിങ് വേർഡ് വെച്ചിരിക്കുന്നു അടുത്ത ക്ലോസിനെ ബന്ധിപ്പിക്കാനായിട്ട്. അടുത്ത ക്ലോസിനെ നമുക്ക് കണക്ട് ചെയ്യണം ഇതിനോട്. അതിനുവേണ്ടി നമ്മൾ ദാറ്റ് എന്ന് പറയുന്ന ഒരു ജോയിനിങ് വേർഡ്, ഒരു ലിങ്കിങ് വേർഡ് വെച്ചിരിക്കുന്നു. അതായത് സ്റ്റേറ്റ്മെൻറ്റുകൾ അതിലുള്ള 2 ക്ലോസുകളെ, ഏതൊക്കെ ക്ലോസുകൾ, റിപ്പോർട്ടിംഗ് ക്ലോസുകളെയും റിപ്പോർട്ടഡ് ക്ലോസുകളെയും തമ്മിൽ ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലിങ്കിങ് വേർഡ് സ്റ്റേറ്റ്മെൻറ്റുകളാകുമ്പോൾ നമ്മൾ വെക്കുന്നത് ദാറ്റ് എന്ന ലിങ്കിങ് വേർഡാണ്. അപ്പോൾ ഹരീഷ് ടോൾഡ് രമേശ് എന്നുള്ളത് റിപ്പോർട്ടിംഗ് ക്ലോസ്, ദാറ്റ് എന്നുള്ളത് ലിങ്കിങ് വേർഡ്. ഏതിനെയാണ് നമുക്ക് ലിങ്ക് ചെയ്യേണ്ടത്? എന്താണ് ഹരീഷ് പറഞ്ഞത് എന്നുള്ള ഭാഗമാണ് ആദ്യം നമുക്ക് ലിങ്ക് ചെയ്യേണ്ടത്. ഹി വാസ് എ സ്റ്റുഡൻറ്റ്. ഇവിടെ ഐ ആം എ സ്റ്റുഡൻറ്റ് എന്നുള്ളത് ഹി വാസ് എ സ്റ്റുഡൻറ്റ് എന്നായി മാറിയിരിക്കുന്നു. അതായത് ഹരീഷ് ടോൾഡ് രമേശ് ദാറ്റ്, ആരാണ് ഐ എന്ന് പറയുന്ന ആൾ? അത് ഹരീഷാണ്. പക്ഷെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഐ എന്ന സർവനാമത്തെ, അത് ഫസ്റ്റ് പേഴ്സണൽ പ്രൊനൗണാണ് ഐ എന്ന് പറയുന്നത്, റിപ്പോർട്ട് ചെയ്യുമ്പോൾ അത് തേർഡ് പേഴ്സണലായിരിക്കുന്ന ഹി ആയി മാറും. ഹരീഷ് ആയതുകൊണ്ട് ഐ ഹി ആയി മാറുന്നു. ആം എന്നുള്ളതിൻ്റെ പാസ്റ്റ് ടെൻസാണ് വാസ്. ആം എന്നതിന് ആർ എന്നതിനും നമ്മൾ അതുപോലെ തന്നെ ഈസ് എന്നതിനൊക്കെ നമ്മൾ പാസ്റ്റ് ടെൻസുകൾ പറയാറുണ്ട്. ആം, ഈസ് ഇവയുടെ പാസ്റ്റ് ടെൻസ് വാസ് ആണ്. ആർ ആണെങ്കിൽ അതിൻ്റെ പാസ്റ്റ് ടെൻസ് വേർ എന്നായിരിക്കും. ഇവിടെ ആം ആണ്, അത് പാസ്റ്റ് ടെൻസിലേക്ക് മാറ്റണം. എന്തിനാണ് നമ്മൾ ഈ പാസ്റ്റ് ടെൻസിലേക്ക് മാറ്റുന്നത്? റിപ്പോർട്ടഡ് ആയി നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ വെക്കുന്ന റിപ്പോർട്ടിംഗ് ക്ലോസിലെ വേർബ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ റിപ്പോർട്ടിംഗ് ക്ലോസ്, അതിലുള്ള വേർബിനെയാണ് റിപ്പോർട്ടിംഗ് വേർബ് എന്ന് പറയുന്നത് എന്ന്. അപ്പോൾ ഇവിടെ ഹരീഷ് ടോൾഡ് രമേശ് എന്ന് പറയുന്ന റിപ്പോർട്ടിംഗ് ക്ലോസിലെ വേർബ് ഏതായിരിക്കും? ടോൾഡ് ആണല്ലോ. അപ്പോൾ ടോൾഡ് ടെൽ എന്ന ക്രിയയുടെ പാസ്റ്റ് ടെൻസ് ആണ്. അപ്പോൾ റിപ്പോർട്ടിംഗ് വേർബ് പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ, അത് പാസ്റ്റ് ടെൻസ് ആയിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? റിപ്പോർട്ട് ചെയ്യാനുള്ള ഭാഗത്തെ ക്രിയയെ ഏത് രൂപത്തിലാണോ ഉള്ളത് അതിൻ്റെ തുല്യമായ പാസ്റ്റ് ടെൻസിലേക്ക് മാറ്റണം. അപ്പോൾ ആം എന്നതിൻ്റെ തുല്യമായ പാസ്റ്റ് ടെൻസ്, ആമിൻ്റെ പാസ്റ്റ് ടെൻസ് എന്ന് പറയുന്നത് വാസ് ആണ്. അതുകൊണ്ടാണ് ഐ എന്നതിനെ ഹി എന്ന് മാറ്റിയതിന് ശേഷം ആം എന്നതിനെ വാസ് ആക്കി മാറ്റുന്നത്. പിന്നെ എ സ്റ്റുഡൻറ്റ് അതിനോട് ചേർന്ന് വരുന്ന ഒരു നാമഭാഗമാണ്, അതിന് മാറ്റമൊന്നുമില്ല, അത് അതുപോലെ തന്നെ ചേർക്കുന്നു. അപ്പോൾ ഹരീഷ് ടോൾഡ് രമേശ് ദാറ്റ് ഹി വാസ് എ സ്റ്റുഡൻറ്റ് എന്ന് ഉത്തരം. അതുപോലെ തന്നെ എന്താണ് രമേശ് പറഞ്ഞത് ഹരീഷിനോട്? അതും ഒരു സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലാണല്ലോ. രമേശ് റെസ്പോണ്ടഡ്. ഇവിടെ റെസ്പോണ്ടഡ് എന്ന് വെക്കാനുള്ള കാരണം എന്താണെന്നറിയോ? ഒരാൾ പറഞ്ഞതിനോട് പ്രതികരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അയാൾ വെറുതെ ഇങ്ങോട്ട് പറഞ്ഞതാണെങ്കിൽ നമുക്ക് രമേശ് ടോൾഡ് ഹരീഷ് തന്നെ വെക്കാം. ഇവിടെ കണ്ടിന്യൂഷനായിട്ടുള്ള 2 സംഭാഷണമായതുകൊണ്ട് രണ്ടാമത്തേതിന് നമ്മൾ റിപ്പോർട്ടിംഗ് വേർബായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് റെസ്പോണ്ടഡ് എന്നാണ്.
അപ്പോൾ രമേശ് റെസ്പോണ്ടഡ്. ആരോടാണ് റെസ്പോണ്ട് ചെയ്തിരിക്കുന്നത്? ഹരീഷിനോടാണ്. അവിടെയും നമ്മൾ ലിങ്കിങ് വേർഡായിട്ട് ദാറ്റ് വെക്കുന്നു. രമേശ് ഐ എന്ന് പറഞ്ഞത് നമ്മളിവിടെ ഹി എന്ന് തന്നെ മാറ്റുന്നു. ആം എന്നത് വാസ് ആക്കുന്നു. ആൾസോ എ സ്റ്റുഡൻറ്റ് തന്നെയായിട്ട് എഴുതുന്നു. അപ്പോൾ രമേശ് റെസ്പോണ്ടഡ് ഹരീഷ് ദാറ്റ് ഹി വാസ് ആൾസോ എ സ്റ്റുഡൻറ്റ് എന്ന് തന്നെയാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് ഈ സ്റ്റേറ്റ്മെൻറ്റുകൾ റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചാൽ, റിപ്പോർട്ടിംഗ് വേർബ് പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ സർവനാമങ്ങൾക്ക് മാറ്റം വരുന്നു. ഐ 2 വാക്യങ്ങളിലും ഹി ആയിട്ട് മാറിയിട്ടുണ്ട്. ആം എന്ന് പറയുന്ന ക്രിയാരൂപം അതിൻ്റെ പാസ്റ്റ് രൂപമായ വാസിലേക്ക് മാറിയിരിക്കുന്നു. ഇതാണ് പ്രകടമായിട്ട് നമ്മൾ ഇവിടെ ഈ വാക്യത്തിൽ കാണുന്ന മാറ്റം. ഇനി നമുക്ക് രണ്ടാമത്തെ വാക്യം, കമാൻഡ്സ് ഓർ റിക്വസ്റ്റ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ ഇമ്പറേറ്റീവ് സെൻറ്റൻസുകൾ. ഇമ്പറേറ്റീവ് സെൻറ്റൻസുകൾക്കൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ സബ്ജക്റ്റിനെ നമ്മൾ നേരിട്ട് കാണില്ല. ആജ്ഞാരൂപത്തിലോ അപേക്ഷാരൂപത്തിലോ ഒക്കെയുള്ള വാക്യങ്ങളായിട്ട് വരുന്നത് കൊണ്ട് ഇത് ക്രിയയിൽ തുടങ്ങുന്ന വാക്യങ്ങളായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുക. നോക്കാം നമുക്ക് എക്സാമ്പിൾ. ഹരീഷും രമേഷും തന്നെ ഇവിടെ വരുന്നു. പ്ലീസ് വെയിറ്റ് ഫോർ എ മിനിറ്റ്. പ്ലീസ് വെയിറ്റ് മീ ഫോർ എ മിനിറ്റ് എന്നാണ്. ഹരീഷ് രമേഷിനോട് പറയുന്നതാണ് പ്ലീസ് വെയിറ്റ് മീ ഫോർ എ മിനിറ്റ്. 1 മിനിറ്റ് എന്നെ കാത്തിരിക്കണമെന്ന് പറയുന്നു, ദയവായിട്ട് കാത്തിരിക്കണമെന്ന് പറയുന്നു. ഈ പ്ലീസ് എന്ന പദം വന്നതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഇതൊരു റിക്വസ്റ്റാണ്. കാരണം റിക്വസ്റ്റ് അതായത് അപേക്ഷ, കമാൻഡ് ആജ്ഞ, സജഷൻസ് നിർദ്ദേശങ്ങൾ, ഇതൊക്കെയാണല്ലോ ഇമ്പറേറ്റീവ് സെൻറ്റൻസുകൾ അർത്ഥമാക്കുന്നത്. അപ്പോൾ ഹരീഷ് പറയുന്നു പ്ലീസ് വെയിറ്റ് മീ ഫോർ എ മിനിറ്റ്, എന്നെ 1 മിനിറ്റ് കാത്തിരിക്കണമെന്ന് പറയുന്നു. രമേശ് അതിന് നൽകുന്ന മറുപടി എന്താണ്? എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത്? ഓ ഷുവർ, ഇറ്റ്സ് എ പ്ലഷർ. തീർച്ചയായും അത് സന്തോഷമുള്ള കാര്യമാണ്, തീർച്ചയായിട്ടും കാത്തിരിക്കാം എന്നാണ് അതിൻ്റെ അർത്ഥം. കുഴപ്പമില്ല, കാത്തിരിക്കാമെന്ന് പറയുന്നു. അപ്പോൾ ഈ 2 സംഭാഷണങ്ങളും നമുക്ക് ആദ്യത്തെ സംഭാഷണത്തെ നമുക്ക് ഹരീഷ് പറഞ്ഞ ആ ഒരു ഡയലോഗ് നമുക്ക് എടുക്കാം. പ്ലീസ് വെയിറ്റ് മീ ഫോർ എ മിനിറ്റ് എന്നാണ്. ഇവിടെ പ്ലീസ് എന്ന് പറഞ്ഞത് റിക്വസ്റ്റ് ആണ് എന്ന് കാണിക്കാൻ വേണ്ടി തന്നതാണ്. അതുകൊണ്ട് നമുക്ക് റിപ്പോർട്ടിംഗ് വേർബ് വേണമെങ്കിൽ റിക്വസ്റ്റഡ് എന്നിവിടെ എടുക്കാം. കാരണം ഹരീഷ് രമേഷിനോട് റിക്വസ്റ്റ് ചെയ്യുകയാണ് എന്ന് നമുക്ക് മനസ്സിലായതുകൊണ്ട് റിക്വസ്റ്റഡ് എന്ന് പറയുന്ന റിപ്പോർട്ടിംഗ് വേർബ് നമുക്കെടുക്കാം. അപ്പോൾ ഹരീഷ് റിക്വസ്റ്റഡ് രമേഷ് എന്നതാണ് നമ്മുടെ ഇവിടുത്തെ റിപ്പോർട്ടിംഗ് ക്ലോസ്. അതിലുള്ള റിപ്പോർട്ടിംഗ് വേർബ് എന്ന് പറയുന്നത് റിക്വസ്റ്റഡ്. ഇനി നമ്മൾ അതിനുശേഷം നേരത്തെ ദാറ്റ് വെച്ച സ്ഥലത്ത് നമ്മളിവിടെ വെച്ചിരിക്കുന്നത് എന്താണെന്ന് നോക്കൂ. ടു എന്നാണ്. എന്താണ് ടു എന്ന് ചേർത്തിരിക്കുന്നത്? അതായത് നമ്മളൊരു കമാൻഡിനെ അല്ലെങ്കിൽ റിക്വസ്റ്റിനെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ലിങ്കിങ് വേർഡായിട്ട് എപ്പോഴും 2 ക്ലോസുകളെ, റിപ്പോർട്ടിംഗ് ക്ലോസിനെയും റിപ്പോർട്ടഡ് ക്ലോസിനെയും ബന്ധിപ്പിക്കാൻ വേണ്ടി എടുക്കുന്നത് ടു എന്ന ഒരു ലിങ്കിങ് വേർഡാണ്. ടു ചേർത്ത് കഴിഞ്ഞാലുള്ള ഗുണം എന്താണെന്നറിയോ? പിന്നീട് വരുന്ന ക്രിയ, അതായത് വെയിറ്റ് എന്ന് പറയുന്ന ക്രിയ അതുപോലെ തന്നെ അവിടെ ചേർത്തിരിക്കുന്നു. അത് പാസ്റ്റ് ടെൻസിലേക്ക് ആക്കിയിട്ടില്ല. അപ്പോൾ ടു ഇൻഫിനിറ്റീവായിട്ടാണ് നമ്മൾ ക്രിയയെ അവിടെ ചേർക്കുന്നത് എന്നർത്ഥം. ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സെൻറ്റൻസ് ആണ് ഈ കമാൻഡ്സ് റിക്വസ്റ്റ്, അതായത് ഇമ്പറേറ്റീവ് സെൻറ്റൻസുകൾ. റിക്വസ്റ്റ് ആണെന്ന് മനസ്സിലായാൽ റിക്വസ്റ്റഡ് എന്ന റിപ്പോർട്ടിംഗ് വേർബ് വെക്കുക. ഹരീഷ് റിക്വസ്റ്റഡ് രമേഷ് എന്ന റിപ്പോർട്ടിംഗ് ക്ലോസ് എഴുതുക. ടു എന്ന ലിങ്കിങ് വേർഡ് ഉപയോഗിച്ച് ബന്ധിപ്പിക്കുക. എന്നിട്ട് എവിടെയാണോ തന്ന വാക്യത്തിലെ ക്രിയ തുടങ്ങുന്നത് അവിടുന്ന് അങ്ങോട്ട് അതുപോലെ എഴുതിയാൽ മതി. വെയിറ്റ് മീ ഫോർ എ മിനിറ്റ്. പക്ഷേ വെയിറ്റ് മീ ഫോർ എ മിനിറ്റിനെ അതിൽ മീ എന്നത് സർവനാമമായതുകൊണ്ട് ആ സർവനാമത്തിന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു മാറ്റം കൊടുക്കണം. ഐ ഹി ആയി മാറിയതുപോലെ മീ എന്നത് ഒരു ഒബ്ജക്റ്റ് ഫോമാണ്. അതുകൊണ്ട് തുല്യമായ ഒബ്ജക്റ്റ് മാറുമ്പോൾ അത് ഹിം ആകും. കാരണം ഐ ഹി ആകുമ്പോൾ മീ ഹിം ആകണമല്ലോ. അപ്പോൾ അതുപോലെ വെയിറ്റ് മീ എന്നുള്ളത് വെയിറ്റ് ഹിം എന്നാകുന്നു. ഫോർ എ മിനിറ്റ് പോലെ തന്നെ നിൽക്കുന്നു. ഹരീഷ് റിക്വസ്റ്റഡ് രമേഷ് ടു വെയിറ്റ് ഹിം ഫോർ എ മിനിറ്റ് എന്നാണ് അതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത്. ഇനി രമേഷ് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഓ ഷുവർ, തീർച്ചയായും കാത്തിരിക്കാം എന്നതിൻ്റെ ഒരു പോസിറ്റീവ് റിപ്ലൈ ആണ്, ഒരു പോസിറ്റീവ് റെസ്പോൺസാണ് നമുക്ക് രമേഷിൽ നിന്ന് കിട്ടുന്നത്. ഇറ്റ്സ് എ പ്ലഷർ എന്നുകൂടി ആഡ് ചെയ്യുന്നു. അതിൽ വലിയ സന്തോഷമുണ്ട്, അത് ചെയ്യുന്ന കാര്യത്തിൽ ഇഷ്ടമാണ് എന്ന് പറയുന്നു. അപ്പോൾ അതെങ്ങനെ നമുക്ക് റിപ്പോർട്ട് ചെയ്യാം?
ഇവിടെ ഓ ഷുവർ എന്ന് പറഞ്ഞാൽ ഒരു അഷ്വറൻസ്, ഒരു ഉറപ്പ് കൊടുക്കുകയാണ് രമേശ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം ഇവിടെ റിപ്പോർട്ടിംഗ് വേർബായിട്ട്? അഷ്വേർഡ് എന്ന് പറയുന്ന റിപ്പോർട്ടിംഗ് വെർബ് ഉപയോഗിക്കാം. അപ്പോൾ രമേശ് അഷ്വേർഡ് ഹരീഷ്, രമേശ് ഹരീഷിന് ഉറപ്പ് നൽകുന്നു. എന്ത് പറയുന്നു? ടു വെയിറ്റ്, ഇവിടെ വെയിറ്റ് ചെയ്യാമെന്നുള്ളത്. അത് നമ്മൾ ഓ ഷുവർ എന്ന് പറഞ്ഞല്ല, നേരത്തെ പറഞ്ഞ ആ ഒരു സെൻറ്റൻസിൽ നിന്ന് എടുക്കുന്നതാണ്. രമേശ് അഷ്വേർഡ് ഹരീഷ് ടു വെയിറ്റ്. ഓ ഷുവർ എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഓ ഷുവർ എന്ന് എടുക്കാൻ പറ്റില്ല. ടു വെയിറ്റ്, വെയിറ്റ് ചെയ്യാമെന്ന് അഷ്വേർഡ് എന്ന് പറഞ്ഞതിൽ വന്നു ആ ഷുവറിൻ്റെ അർത്ഥം. ആൻഡ് ആഡഡ്, എന്നിട്ട് ആഡ് ചെയ്യുന്നു. എന്തുകൂടിയാണ് അതിൻ്റെ കൂടെ ചേർത്ത് പറയുന്നത്? ഇറ്റ്സ് എ പ്ലഷർ എന്ന് പറയുന്നുണ്ടല്ലോ. അതെന്താ പറയേണ്ടത്? ആഡഡ് ദാറ്റ് ഇറ്റ് വാസ് ഹിസ് പ്ലഷർ. അപ്പോൾ എങ്ങനെ ഉത്തരം വരും? രമേശ് അഷ്വേർഡ് ഹരീഷ് ടു വെയിറ്റ് ആൻഡ് ആഡഡ് ദാറ്റ് ഇറ്റ് വാസ് ഹിസ് പ്ലഷർ എന്നാണ് വരുന്നത്. ഇനി നമുക്ക് മൂന്നാമത്തെ സെൻറ്റൻസ് രൂപമാണ് ഇൻ്ററോഗേറ്റീവ് സെൻറ്റൻസുകൾ എന്ന് പറയുന്നത്. ഇൻ്ററോഗേറ്റീവ് സെൻറ്റൻസിൽ 2 ടൈപ്പ് ചോദ്യങ്ങളാണ് ഞാൻ പറഞ്ഞു. WH ക്വസ്റ്റ്യൻസ് അഥവാ ഇൻഫർമേഷൻ ക്വസ്റ്റ്യൻസ്, രണ്ടാമത്തേത് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ്, അതായത് ക്വസ്റ്റ്യൻ സ്റ്റാർട്ട്സ് വിത്ത് ആൻ ഓക്സിലറി. നമുക്ക് ആദ്യം WH ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്? ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്നത് ഹരീഷും രമേശും തമ്മിലുള്ള സംഭാഷണം തുടരുകയാണ്. ഇതിൽ ഹരീഷ് ഒരു ചോദ്യമാണ് ചോദിക്കുന്നത്, രമേശ് അതിനുള്ള ഉത്തരമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തേത് ഹരീഷ് പറയുന്നത് ഒരു ക്വസ്റ്റ്യൻ ഫോമാറ്റിലും രമേശ് പറയുന്നത് ഒരു സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലുമാണ്. അപ്പോൾ ഒരു ആൾ പറയുന്നത്, ഒരാൾ അങ്ങോട്ട് ചോദിക്കുകയാണ് ചെയ്യുന്നത്, മറ്റേയാൾ അതിന് മറുപടി പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് നമുക്ക് ഇത് രണ്ടും, ഇതിൻ്റെ എങ്ങനെയാണ് റിപ്പോർട്ടിംഗ് ക്ലോസ് നമ്മൾ എഴുതുന്നത് ഒന്ന് ഓർത്ത് നോക്കുക. ഹരീഷ് എന്താ ചെയ്യുന്നത്? ചോദിക്കുകയാണല്ലോ. അപ്പോൾ ഹരീഷ് ആസ്ക്ഡ് രമേശ്, ഇതാണ് നമ്മുടെ റിപ്പോർട്ടിംഗ് ക്ലോസ്. നമുക്ക് നോക്കാം. ഹരീഷ് ആസ്ക്ഡ് രമേശ്, ചോദിച്ചു രമേശിനോട്. വേർ, നമ്മൾ നേരത്തെ ആദ്യത്തെ ചോദ്യത്തിൽ കണ്ടതുപോലെ വാട്ട് എന്ന വരുന്ന സ്ഥലത്ത് ഇവിടെ വേർ ഉണ്ട്. ആർ യു ഗോയിങ് നൗ, ആർ യു ഗോയിങ് നൗ, വേർ ആർ യു ഗോയിങ് നൗ എന്നതാണ് ചോദ്യം. ഇവിടെ വേർ എടുത്തു കഴിഞ്ഞാൽ പിന്നീട് വരുന്നത് ആർ യു ഗോയിങ് നൗ എന്നാണ്. വളരെ എളുപ്പത്തിന് വേണ്ടി നമുക്ക് എളുപ്പത്തിൽ ഉത്തരം കണ്ടെത്താൻ വേണ്ടിയിട്ട്, ഉത്തരം എഴുതാൻ വേണ്ടി നമുക്കൊരു കാര്യം ചെയ്യാം. ഈ ആർ യു ഗോയിങ് നൗ എന്നതൊരു ചോദ്യരൂപമാണ്. ശരിക്കും നമ്മൾ നേരത്തെ പറഞ്ഞു, ചോദ്യങ്ങൾ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലാണ് നമുക്ക് ഉത്തരം എഴുതേണ്ടത്. അപ്പോൾ ചോദ്യങ്ങൾ സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലേക്ക് മാറ്റുക. ആർ യു ഗോയിങ് നൗ എന്നുള്ളതിനെ നമ്മളൊന്ന് മനസ്സിൽ യു ആർ ഗോയിങ് നൗ എന്ന് മാറ്റി വെച്ചാൽ നമുക്ക് ആ ക്വസ്റ്റ്യൻ മാർക്ക് പോയി അവിടെ ഫുൾ സ്റ്റോപ്പ് ഇടാൻ പറ്റും. ആർ യു ഗോയിങ് നൗ എന്നത് ക്വസ്റ്റ്യൻ ഫോമാണ്, യു ആർ ഗോയിങ് നൗ എന്നുള്ളത് സ്റ്റേറ്റ്മെൻറ്റ് രൂപമാണ്. ഈ രൂപത്തിലാക്കി മനസ്സിൽ വെക്കാൻ പറഞ്ഞത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഈ എളുപ്പത്തിൽ അതേ രൂപത്തിൽ ആ ഓർഡറിലാണ് നമ്മൾ പിന്നീട് സ്റ്റേറ്റ്മെൻറ്റിലേക്ക് അതിനെ മാറ്റുന്നത്. സർവനാമ രൂപങ്ങളും, അതായത് പ്രൊനൗൺസും അതുപോലെ തന്നെ ഇതിൻ്റെ ടെൻസ് ഫോംസൊക്കെ നമ്മൾ ചേഞ്ച് ചെയ്യുന്നത് അതേ ഓർഡറിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഹരീഷ് എന്തു ചെയ്യുന്നു? ചോദിക്കുന്നു. ഹരീഷ് ആസ്ക്ഡ് രമേശ്, രമേശിനോട് ചോദിക്കുന്നു, ചോദിച്ചു എന്നാണ്. റിപ്പോർട്ടിംഗ് വെർബ് ഈസ് ഇൻ പാസ്റ്റ് ടെൻസ്. റിപ്പോർട്ടിംഗ് വെർബ് പാസ്റ്റ് ടെൻസിലാണെങ്കിൽ നമുക്ക് ടെൻസ് ഫോം അവിടെ എന്താണുള്ളത് അതിന് തുല്യമായ പാസ്റ്റ് ടെൻസിലേക്ക് കൊണ്ടുപോകണം, അത് ഓർമ്മ വേണം. ഹരീഷ് ആസ്ക്ഡ് രമേശ്, ലിങ്കിങ് വേർഡായിട്ട് ഇഫ് യു ആർ ഗിവൺ എ ക്വസ്റ്റ്യൻ, ഇഫ് യു ആർ ഗിവൺ എൻ ഇൻഫർമേഷൻ ക്വസ്റ്റ്യൻ ഓർ എ ക്വസ്റ്റ്യൻ വേർഡ് ക്വസ്റ്റ്യൻ ടു റിപ്പോർട്ട്, ക്വസ്റ്റ്യൻ വേർഡ് ക്വസ്റ്റ്യനാണ് നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ തന്നതെങ്കിൽ ദ സെയിം ക്വസ്റ്റ്യൻ വേർഡ് ക്യാൻ ബി യൂസ്ഡ് ആസ് ദ ലിങ്കിങ് വേർഡ്. അതേ ക്വസ്റ്റ്യൻ വേർഡ് തന്നെയാണ് നമ്മൾ ലിങ്കിങ് വേർഡായിട്ട് ഉപയോഗിക്കുന്നത്. നേരത്തെ വാട്ട് ആർ യു സെർച്ചിങ് എന്നതിൽ വാട്ട് ആണല്ലോ നമ്മൾ ഉപയോഗിച്ചത്. ഇവിടെ അതുപോലെ ഹരീഷ് ആസ്ക്ഡ് രമേശ് വേർ ആർ യു ഗോയിങ് നൗ എന്നതിലെ വേർ നമ്മൾ ലിങ്കിങ് വേർഡായിട്ട് എടുക്കുന്നു. ശേഷം വരുന്ന ഭാഗം ആർ യു ഗോയിങ് നൗ എന്നാണ്. ആ ആർ യു ഗോയിങ് നൗവിനെ നമ്മൾ സ്റ്റേറ്റ്മെൻ്റ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ഓർഡറിലേക്ക് ഒന്ന് മനസ്സിൽ മാറ്റി വെക്കുന്നു. യു ആർ ഗോയിങ് നൗ, ക്വസ്റ്റ്യൻ മാർക്ക് ഒഴിവാക്കി ഫുൾ സ്റ്റോപ്പിൽ ഇവിടെ വെക്കുന്നു. എന്നിട്ട് നമ്മൾ വേർ കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ നമ്മൾ മാറ്റിയത് പ്രകാരം യു ആണല്ലോ അവിടെ ഉണ്ടാവുക. യു ആർ ഗോയിങ് നൗ എന്നാക്കിയല്ലോ, അപ്പോൾ യു ഉണ്ടാവും. ആ യുവിനെ നമ്മൾ എങ്ങനെ മാറ്റും? ആരാണിവിടെ യു? വേർ ആർ യു ഗോയിങ് എന്നതിൽ യു എവിടെ വന്നാലും ആരെയാണ് യു എന്ന് ഉദ്ദേശിക്കുന്നത്? രമേശിനെയാണ്. അപ്പോൾ യുവിനെ നമുക്ക്
ഹി എന്നാക്കിയിട്ട് ഇവിടെ എഴുതാം. സെക്കൻഡ് പേഴ്സൺ ആയിരിക്കുന്ന യു ഹി ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ആരോടാണോ പറയുന്നത് അയാളുടെ രീതി അനുസരിച്ചിട്ടാണ് ആ സർവനാമത്തിന് അഥവാ പ്രോനൗണിന് മാറ്റം വരിക. അപ്പോൾ ഹരീഷ് ആസ്ക്ഡ് രമേഷ്, വേർ കഴിഞ്ഞിട്ട് നമ്മൾ ആക്കിയ ഓർഡറിൽ യു ആർ ഗോയിങ് നൗ ഉണ്ട്. അതിലെ യുവിനെ നമ്മൾ ഹി ആക്കി മാറ്റുന്നു. ഹി ആകുമ്പോൾ ആറിൻ്റെ പാസ്റ്റൻസ് വേർ ആയിരുന്നെങ്കിലും ഹീക്ക് ശേഷം ആറിൻ്റെ പാസ്റ്റൻസ് വരണം. അപ്പോൾ നമുക്ക് വേർ എന്ന് ചേർക്കാൻ പറ്റില്ല. ആറിൻ്റെ പാസ്റ്റൻസ് ഹീക്ക് ശേഷം എടുക്കേണ്ടത് കൊണ്ട് നമ്മൾ വാസ് എന്ന് തന്നെ എടുക്കുന്നു. പിന്നീട് ഗോയിങ് എന്ന ക്രിയാരൂപം വെക്കുന്നു. നൗ എന്നത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ദെന്നായി മാറും. അങ്ങനെ ഹരീഷ് ആസ്ക്ഡ് രമേഷ് വേർ ഹി വാസ് ഗോയിങ് ദെൻ എന്നാണ് സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലുള്ള ഉത്തരമായിട്ട് ഫുൾ സ്റ്റോപ്പിൽ അവസാനിക്കുന്ന രൂപത്തിൽ അതിൻ്റെ ഉത്തരം വരിക. ഇനി രമേഷ് പറയുന്ന ഉത്തരം സ്റ്റേറ്റ്മെൻറ്റിലാണ്. ഐ വാണ്ട് ടു ഗോ മൈ ഹോം എന്നാണ്. ഐ വാണ്ട് ടു ഗോ മൈ ഹോം. അപ്പോൾ എങ്ങനെ പറയാം? രമേഷ് മറുപടി പറഞ്ഞതാണ്. രമേഷ് റിപ്ലൈഡ് ദാറ്റ്, മറുപടി പറഞ്ഞതാണ്. അതുകൊണ്ട് രമേഷ് റിപ്ലൈഡ് ദാറ്റ് എന്ന് പറയുന്നു. റിപ്ലൈഡ് വേണമെങ്കിൽ രമേഷ് റിപ്ലൈഡ് ഹരീഷ് ദാറ്റ് എന്ന് വെക്കാം. രമേഷ് റിപ്ലൈഡ് ഹരീഷ് ദാറ്റ് എന്താ പറഞ്ഞിരിക്കുന്നത്? ഐ വാണ്ട്, അത് ഹി വാണ്ടഡ് ആകുന്നു. ടു ഗോ ഹിസ് ഹോം എന്നുള്ളത് ടു ഗോ മൈ ഹോം എന്നുള്ളത് ടു ഗോ ഹിസ് ഹോം എന്നാക്കി നമ്മൾ മാറ്റുന്നു. അപ്പോൾ രമേഷ് റിപ്ലൈഡ് ദാറ്റ് ഹി വാണ്ടഡ് ടു ഗോ ഹിസ് ഹോം എന്നാക്കി നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇനി യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ഉണ്ട്. ഇൻ്ററോഗേറ്റീവ് സെൻറ്റൻസുകളിൽ അടുത്തത് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെയും ഹരീഷും രമേഷും തമ്മിലുള്ള സംഭാഷണം എടുക്കാം. ഹരീഷ് ചോദിക്കുന്നത് മേ ഐ ഹെൽപ്പ് യു എന്നാണ്. ഞാൻ നിന്നെ സഹായിക്കണോ എന്ന് ചോദിക്കുന്നു. ഈ ചോദ്യം തുടങ്ങുന്നത് നമ്മൾ ശ്രദ്ധിക്കുക, മേ എന്ന് പറയുന്ന ഒരു ഓക്സിലറിയിലാണ്. മേ ഐ ഹെൽപ്പ് യു. രമേഷ് പറയുന്നു നോ താങ്ക്സ്, ഐ ക്യാൻ ഡു ഇറ്റ് മൈസെൽഫ്. വേണ്ട, ചോദിച്ചതിന് നന്ദിയുണ്ട്, പക്ഷേ ഐ ക്യാൻ ഡു ഇറ്റ് മൈസെൽഫ്, എനിക്കിത് സ്വയം ചെയ്യാനേ ഉള്ളൂ, ഞാൻ സ്വയം ചെയ്തോളാമെന്ന് പറയുന്നു. ഇതെങ്ങനെയാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത്? ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് ക്വസ്റ്റ്യൻ വേർഡ് ഇല്ല. അപ്പോൾ ഹരീഷ് ചോദിക്കുക തന്നെയാണ്. അതുകൊണ്ട് ഹരീഷ് ആസ്ക്ഡ് രമേഷ് എന്ന് തന്നെ നമ്മുടെ റിപ്പോർട്ടിംഗ് ക്ലോസ് ഉപയോഗിക്കാം. ആസ്ക്ഡ് തന്നെയാണ് റിപ്പോർട്ടിംഗ് വേർബ്. പക്ഷേ ഇനി വരാൻ പോകുന്ന ഭാഗം മേ ഐ ഹെൽപ്പ് യു എന്നത് ലിങ്കിങ് വേർഡ് ആയിട്ട് മേ എടുക്കാൻ പറ്റില്ല. നേരത്തെ ക്വസ്റ്റ്യൻ വേർഡ് ആയതുകൊണ്ട് ദ സെയിം ക്വസ്റ്റ്യൻ വേർഡാണ് നമ്മൾ ലിങ്കിങ് വേർഡായിട്ട് വെച്ചത്. ഇവിടെ ഓക്സിലറിയിലാണ് തുടങ്ങുന്നത്. അതുകൊണ്ട് നമുക്ക് ലിങ്കിങ് വേർഡ് വേറെ കണ്ടെത്തണം. ഏതാണ് നമ്മുടെ ലിങ്കിങ് വേർഡ് സാധാരണഗതിയിൽ എടുക്കുക? റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് റിപ്പോർട്ട് ചെയ്യുന്നത് ഒരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമ്മൾ ലിങ്കിങ് വേർഡ് എടുക്കുന്നത് ഈഫ് അല്ലെങ്കിൽ വെദർ എന്നാണ്. ഇഫ് അല്ലെങ്കിൽ വെദർ എന്നാണ് എടുക്കുക. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഹരീഷ് ആസ്ക്ഡ് രമേഷ്, എന്നിട്ട് ലിങ്കിങ് വേർഡായിട്ട് നമ്മൾ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ലിങ്കിങ് വേർഡായിട്ട് വെദർ WHETHER അല്ലെങ്കിൽ ഇഫ്, ഇതിലേതെങ്കിലും ഒന്ന് മതി. വെദർ അല്ലെങ്കിൽ ഇഫ് എന്നെഴുതിയതിന് ശേഷം മേ ഐ ഹെൽപ്പ് യു എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ രൂപത്തിലേക്ക് മനസ്സിലേക്കൊന്ന് മാറ്റി നോക്കുക. മേ ഐ ഹെൽപ്പ് യു എന്ന ചോദ്യരൂപം മാറിയിട്ട് സ്റ്റേറ്റ്മെൻറ്റായി വരുമ്പോൾ ഐ മേ ഹെൽപ്പ് യു എന്ന രൂപത്തിലേക്ക് മാറണം. ആ രൂപത്തിൽ ഓർഡറിൽ പിടിച്ചിട്ട് നമ്മൾ ഐ ആണല്ലോ അപ്പോൾ ആദ്യം വരിക. ഐ എന്നതിനെ ഹി ആക്കി മാറ്റുന്നു. നേരത്തെ പോലെ തന്നെ നമ്മൾ ചെയ്യുന്നു. പിന്നെ മേ ഹെൽപ്പ് എന്നുള്ളതാണ് നമ്മൾ പാസ്റ്റ് ടെൻസിലേക്ക് പോകേണ്ടത്. ഈ മേ, ക്യാൻ, വിൽ, ഷാൽ ഇവയൊക്കെ വന്നിട്ടുള്ള ഭാഗം നമ്മൾ ഫ്യൂച്ചർ രൂപങ്ങളായിട്ടാണ്, സാധ്യതയുള്ള നടക്കാനിരിക്കുന്ന കാര്യങ്ങളായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇവയെ നമ്മൾ കണ്ടീഷണൽ പാസ്റ്റിലേക്കാണ് എപ്പോഴും മാറ്റുക. അപ്പോൾ മേ എന്നതിനെ മൈറ്റ് എന്നാക്കിയിട്ട് ഹെൽപ്പ് അതുപോലെ വെക്കും. ഹെൽപ്പിനെ ഹെൽപ്പ്ഡ് ആക്കരുത്. മേ ഐ ഹെൽപ്പ് യു എന്നുള്ളതിനെ ഐ മേ ഹെൽപ്പ് യു എന്ന സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലേക്ക് മനസ്സിൽ കാണുക. എന്നിട്ട് അവിടെ വെദർ അഥവാ ഈഫ് കഴിഞ്ഞതിന് ശേഷം ഐക്ക് ഹി ആക്കി മാറ്റുക. മേ ഹെൽപ്പിനെ ഒരുമിച്ച് മൈറ്റ് ഹെൽപ്പ് എന്ന് പാസ്റ്റ് ടെൻസ് ആക്കി മാറ്റുക. അതിനെ നമ്മൾ പറയുന്നത് കണ്ടീഷണൽ പാസ്റ്റ് എന്നാണ്. പിന്നെ എന്താണ് വരുന്നത്? യു എന്നുള്ളത് ഇവിടെ യു ആരെയാണ് ഉദ്ദേശിക്കുന്നത്? രമേഷിനെയാണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും
അത് ഒബ്ജക്റ്റിൻ്റെ സ്ഥാനത്തായതുകൊണ്ട് ഹിം എന്നാണ് അതിന് പകരം നമ്മൾ വെക്കേണ്ടത്. ഒബ്ജക്റ്റ് ആയിരിക്കുന്ന യുവിന് പകരമാണ് അതിനെയാണ് നമ്മൾ പ്രൊനൗൺ ചേഞ്ച് ചെയ്യേണ്ടത്. അപ്പോൾ ഒബ്ജക്റ്റ് സ്ഥാനത്ത് യു വന്നാൽ അത് ഹിം ആയിട്ട് നമ്മൾ മാറ്റണം. സബ്ജക്റ്റിൻ്റെ സ്ഥാനത്തായിരുന്നെങ്കിൽ അത് ഹി ആയി മാറിയേനെ. അപ്പോൾ ഹരീഷ് ആസ്ക്ഡ് രമേശ് വെദർ അല്ലെങ്കിൽ ഇഫ് ഹി മൈറ്റ് ഹെൽപ്പ് ഹിം. ഇത് സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിൽ അവിടെ അവസാനിപ്പിക്കുകയാണ്. ചോദ്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലാണ് ഉത്തരം എഴുതുന്നത്. ഇനി രമേശ് പറയുന്ന ഉത്തരമാണ് നോ താങ്ക്സ്. ഇവിടെ ഒരു നെഗറ്റീവ് അപ്രോച്ച് പോകുന്നു, അതായത് നെഗറ്റീവാണ്, വേണ്ട എന്ന് പറയുകയാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ രമേശ് ആൻസേർഡ് നെഗറ്റീവ്ലി. പോസിറ്റീവായിട്ടല്ല ഉത്തരം പറഞ്ഞത്, വേണ്ട എന്നാണ്. അപ്പോൾ രമേശ് ആൻസേർഡ് നെഗറ്റീവ്ലി എന്നൊരു പദം വെക്കാം. ആൻഡ് ആഡഡ് എന്നിട്ട് കൂട്ടിച്ചേർത്തു, എന്താണ് ദാറ്റ്. അപ്പോൾ രമേശ് ആൻസേർഡ് നെഗറ്റീവ്ലി ആൻഡ് ആഡഡ്. അതിന് ഇത്രയും ചെയ്തതിന് ശേഷമാണ് നമ്മൾ ദാറ്റ് എന്ന ലിങ്കിങ് വേർഡ് വെക്കുന്നത്. എന്താണ് ഐ ക്യാൻ ഡു ഇറ്റ് മൈസെൽഫ് എന്നുള്ളത് നമ്മൾ ഹി ആകുന്നു, ക്യാൻ ഡു അത് രണ്ടും ഒരുമിച്ച് ചേർത്തിട്ടാണ് ഫസ്റ്റ് ആക്കേണ്ടത്. അപ്പോൾ ക്യാൻ കുഡ് ഡു ഡിഡ് ആക്കരുത്. ക്യാൻ ഡു ഒരുമിച്ച് കുഡ് ഡു ആക്കുക. ഇറ്റ് ദിസും ദാറ്റും എന്ന രൂപത്തിലാണ് ഇറ്റ് വരുന്നത്, അതുകൊണ്ട് ഇറ്റ് തന്നെ വെക്കാം. മൈസെൽഫിനെ ഹിംസെൽഫ് എന്നാക്കണം. അപ്പോൾ രമേശ് ആൻസേർഡ് നെഗറ്റീവ്ലി ആൻഡ് ആഡഡ് ദാറ്റ് ഹി കുഡ് ഡു ഇറ്റ് ഹിംസെൽഫ്. അവൻ സ്വയം ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. ഇനി നമുക്ക് അവസാനത്തെ ഒരു സെൻറ്റൻസ് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് ആണ്. പരീക്ഷകളിൽ വളരെ അപൂർവമായിട്ട് മാത്രമേ എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ ചോദിക്കാറുള്ളൂ. ഇപ്പം ഞാൻ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻ ഫോമും അതുപോലെ തന്നെ സ്റ്റേറ്റ്മെൻറ്റും ഇമ്പറേറ്റീവ്സും ഒക്കെയാണ് സാധാരണ കൂടുതലായിട്ട് ചോദിക്കാറുള്ളത്. എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് നമ്മൾ പറഞ്ഞു വരുന്ന വഴിക്കൊന്ന് പറയാമുണ്ട് മാത്രം ഒന്ന് സൂചിപ്പിക്കുകയാണ്. ദ ടൂറിസ്റ്റ് എന്താണ് പറയുന്നത്? വാവ് വാട്ട് എ ബ്യൂട്ടിഫുൾ സൈറ്റ് എന്ന് പറയുന്നു. ഇതൊരു എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് ആണ്. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് എക്സ്ക്ലമേഷൻ. നമുക്ക് എങ്ങനെയാണ് ഈ കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത്? എക്സ്ക്ലമേഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് റിപ്പോർട്ടിംഗ് വെർബ് അതിനനുസരിച്ചിട്ട് ദ ടൂറിസ്റ്റ് എക്സ്ക്ലെയിംഡ് എന്ന വേർബ് ഉപയോഗിക്കാം. ടൂറിസ്റ്റ് എക്സ്ക്ലെയിംഡ് ആരോടൊന്നും പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് അതിനുശേഷം നമുക്ക് ദാറ്റ് എന്ന ലിങ്കിങ് വേർഡ് വെക്കാം. ഇവിടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പോലെ തന്നെയാണ് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസും റിപ്പോർട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് വി ഹാവ് ടു ചേഞ്ച് ദാറ്റ് എക്സ്ക്ലമേഷൻ ഫോം ഇൻ ടു എ സ്റ്റേറ്റ്മെൻറ്റ് ഇൻ അവർ മൈൻഡ്. നമ്മുടെ മനസ്സിലേക്ക് ആ എക്സ്ക്ലമേഷൻ രൂപത്തെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആക്കി മാറ്റിയിട്ട് ചെയ്താൽ വളരെ എളുപ്പമായിരിക്കും. വാട്ട് എ ബ്യൂട്ടിഫുൾ സൈറ്റ് എന്ന് പറയുന്ന ഒരു എക്സ്ക്ലമേറ്ററി സെൻറ്റൻസിനെ നമ്മൾ എങ്ങനെയാണ് ഹൗ ക്യാൻ വി ചേഞ്ച് ഇൻ ടു എ സ്റ്റേറ്റ്മെൻറ്റ്? ഇറ്റ് ഈസ് എ വെരി ബ്യൂട്ടിഫുൾ സൈറ്റ് എന്നാക്കാമല്ലോ. വാട്ട് എ ബ്യൂട്ടിഫുൾ സൈറ്റ്, ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ സൈറ്റ്. ഇങ്ങനെയാണ് നമ്മളൊരു എക്സ്ക്ലമേഷനെ ആ എക്സ്ക്ലമേഷൻ വിടാതെ തന്നെ നമ്മളതിനെ സ്റ്റേറ്റ്മെൻ്റ് ആക്കി മാറ്റുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലേക്ക് ആക്കുന്ന ഒരു രൂപം, ആ സ്റ്റേറ്റ്മെൻറ്റ് രൂപം നമ്മുടെ മനസ്സിലേക്ക് വരണം. വാട്ട് എ ബ്യൂട്ടിഫുൾ സൈറ്റ് എന്നുള്ളത് ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ സൈറ്റ്, ഫുൾ സ്റ്റോപ്പാണ്, എക്സ്ക്ലമേഷൻ മാർക്ക് വേണ്ട. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ സൈറ്റ് എന്നുള്ളതിനെ നമുക്ക് ഇറ്റ് വാസ് എ വെരി ബ്യൂട്ടിഫുൾ സൈറ്റ് എന്ന് പാസ്റ്റ് ടെൻസ് ആക്കിയിട്ട് റിപ്പോർട്ട് ചെയ്യാം. അപ്പോൾ എങ്ങനെ വരും ഉത്തരം? ദ ടൂറിസ്റ്റ് എക്സ്ക്ലെയിംഡ് ദാറ്റ് ഇറ്റ് വാസ് എ വെരി ബ്യൂട്ടിഫുൾ സൈറ്റ്. ഇനി നമ്മൾ ഇത്രയും 4 ഭാഗങ്ങൾ 4 സെൻറ്റൻസുകളാണ് നമുക്ക് പരീക്ഷയ്ക്ക് സാധാരണ റിപ്പോർട്ട് ചെയ്യാൻ വരുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് സെൻറ്റൻസുകളാണ് ഞാനിവിടെ പറഞ്ഞത്. നിങ്ങളുടെ പാഠഭാഗങ്ങളുമായിട്ടുള്ള സെൻറ്റൻസുകളാണ് നിങ്ങൾക്ക് സാധാരണ പരീക്ഷയ്ക്ക് ചോദിക്കുക. അത് നമുക്ക് അവസാനം ഒന്ന് രണ്ടെണ്ണം ചെയ്ത് നോക്കാം. എന്തൊക്കെ പോയിൻറ്റുകളാണ് പോയിൻറ്റ്സ് ടു റിമെമ്പർ വൈൽ റിപ്പോർട്ടിംഗ് സെൻറ്റൻസസ്? നമ്മളിപ്പോൾ ഈ പറഞ്ഞ കാര്യം തന്നെയാണ് ഒന്ന് സമപ്പ് ചെയ്യാൻ വേണ്ടി ഞാൻ പറയുകയാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പഠിച്ചത് നമുക്കൊന്ന് ഓർത്ത് നോക്കാം. എന്തൊക്കെ പോയിൻറ്റുകളാണ്? നമുക്ക് റിപ്പോർട്ടിംഗ് ക്ലോസ് കണ്ടെത്തണം. റിപ്പോർട്ടിംഗ് ക്ലോസ് എന്ന് പറഞ്ഞാൽ ഹൂ ടു ഹും, ആര് ആരോട് എന്ന് പറയുന്ന ഭാഗമാണ്. 2 പേര് സംഭാഷണം തന്നാൽ ആര് ആരോട് എന്നെഴുതുന്ന ഭാഗമാണ് റിപ്പോർട്ടിംഗ് ക്ലോസ് എന്ന് പറയുന്നത്. ആ റിപ്പോർട്ടിംഗ് ക്ലോസിനകത്തുള്ള വേർബാണ് അക്കോർഡിംഗ് ടു ദ ടോൺ ഓർ ടൈപ്പ് ഓഫ് സെൻറ്റൻസ്. ഏത് തരം സെൻറ്റൻസ് ആണോ അതിനനുസരിച്ച്. നമ്മൾ സ്റ്റേറ്റ്മെൻ്റ് ആകുമ്പോൾ ടോൾഡ് എന്ന് പറഞ്ഞു, ക്വസ്റ്റ്യൻ ആകുമ്പോൾ ആസ്ക്ഡ് എന്ന് പറഞ്ഞു, റിക്വസ്റ്റ് ആകുമ്പോൾ റിക്വസ്റ്റഡ് എന്ന് പറഞ്ഞു, കമാൻഡ് ആണെങ്കിൽ കമാൻഡഡ് എന്ന് പറയാം, എക്സ്ക്ലമേഷൻ ആകുമ്പോൾ എക്സ്ക്ലെയിംഡ് എന്ന് ഉപയോഗിച്ചല്ലോ. അപ്പോൾ ടോൺ ഓഫ് ദ ഓർ ടൈപ്പ് ഓഫ് ദ സെൻറ്റൻസ് അതനുസരിച്ചിട്ടാണ് നമ്മൾ റിപ്പോർട്ടിംഗ് വേർബ് വെക്കുന്നത്.
അത് റിപ്പോർട്ടിംഗ് ക്ലോസിൽ ആരോട് പറഞ്ഞു, അല്ലെങ്കിൽ ചോദിച്ചു, അല്ലെങ്കിൽ ആജ്ഞാപിച്ചു, അല്ലെങ്കിൽ നിർദ്ദേശിച്ചു, അല്ലെങ്കിൽ അപേക്ഷിച്ചു, ഇങ്ങനെയൊക്കെ പറയുന്നതിനനുസരിച്ച് എന്തർത്ഥമാണോ വരുന്നത് ആ അർത്ഥത്തിലുള്ള ഒരു റിപ്പോർട്ടിംഗ് വേർബ് അത് റിപ്പോർട്ടിംഗ് ക്ലോസിലാണെന്ന് ഞാൻ പറഞ്ഞു. അതാണ് അക്കോർഡിംഗ് ടു ദ ടോൺ ഓർ ടൈപ്പ് ഓഫ് സെൻറ്റൻസ്, അതാണ് റിപ്പോർട്ടിംഗ് വേർബ് വെക്കേണ്ടത് എന്ന് പറഞ്ഞത്. ഇനി ലിങ്കിങ് വേർഡ് ബേസ്ഡ് ഓൺ ദ സെൻറ്റൻസ് ടൈപ്പ്, ഏത് സെൻറ്റൻസ് ആണോ ഉപയോഗിക്കുന്നത് അതിനനുസരിച്ചുള്ള ലിങ്കിങ് വേർഡ്. ഞാൻ പറഞ്ഞല്ലോ, സ്റ്റേറ്റ്മെൻറ്റുകളും എക്സ്ക്ലമേറ്ററി സെൻറ്റൻസൊക്കെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ദാറ്റ് എന്ന ലിങ്കിങ് വേർഡാണ് വെക്കുന്നത്. ഇമ്പറേറ്റീവ് സെൻറ്റൻസുകൾ ആജ്ഞ, അപേക്ഷ, നിർദ്ദേശം, ക്ഷണം, ഉപദേശം ഇവയൊക്കെ വെക്കുന്നതാണെങ്കിൽ നമ്മൾ ടു എന്ന ലിങ്കിങ് വേർഡാണ് വെക്കുക. ക്വസ്റ്റ്യൻസ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്കറിയാലോ, WH ക്വസ്റ്റ്യൻ ഓർ ക്വസ്റ്റ്യൻ വേർഡ് ക്വസ്റ്റ്യൻ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് എന്താ ചെയ്തത്? ദ സെയിം ക്വസ്റ്റ്യൻ വേർഡ് ക്യാൻ ബി യൂസ്ഡ് ആസ് ദ ലിങ്കിങ് വേർഡ്. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ, അതായത് ഓക്സിലറിയിൽ ആരംഭിക്കുന്ന ചോദ്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ആജ്ഞ, അപേക്ഷ അതിൽ നിന്നും വ്യത്യാസമായിട്ട് നമ്മളിപ്പോൾ ക്വസ്റ്റ്യൻ ആണ്, അപ്പോൾ റിപ്പോർട്ട് ചെയ്യുമ്പോഴെന്താണ് വരിക? അത് നമ്മൾ ചെയ്യുന്നത് ഈ ഫോർ വെദർ, നമ്മൾ വേറെ തന്നെ ചേർക്കുകയാണ്. സഹായക ക്രിയയിൽ ആരംഭിക്കുന്ന ചോദ്യങ്ങൾ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇഫ് ഓർ വെദർ ഇതിലേതെങ്കിലും ഒന്ന് ഘടകപദമായിട്ട്, അതായത് ലിങ്കിങ് വേർഡായിട്ട് വെക്കുന്നു. ഇനി അവസാനം നമുക്ക് എന്താണോ റിപ്പോർട്ട് ചെയ്യേണ്ടത് ആ ഭാഗത്തെയാണ് നമ്മൾ റിപ്പോർട്ടഡ് ക്ലോസ് എന്ന് പറയുന്നത്. ആ റിപ്പോർട്ടഡ് ക്ലോസ് എങ്ങനെ എഴുതും? വാട്ട് ഈസ് ടു ബി റിപ്പോർട്ടഡ്, എന്താണ് നമുക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ളത്, അതിനെയാണ് റിപ്പോർട്ടഡ് ക്ലോസ് എന്ന് പറയുക. റിപ്പോർട്ടഡ് ക്ലോസ് ആകുമ്പോൾ അതിൻ്റെ അകത്തുള്ള പ്രോനൗൺ ചേഞ്ചസ്, ടെൻസ് ചേഞ്ചസ്. എങ്ങനെയാണ് ടെൻസ് ചേഞ്ചസ്? ഇഫ് ദ റിപ്പോർട്ടിംഗ് വേർബ് ഈസ് ഇൻ പാസ്റ്റ് ടെൻസ്, all the present tense forms are changed into its own past forms. അപ്പോൾ റിപ്പോർട്ടിംഗ് ക്ലോസ് എന്താണെന്ന് മനസ്സിലായി, റിപ്പോർട്ടിംഗ് വേർബ് എന്താണെന്ന് മനസ്സിലായി, ലിങ്കിങ് വേർഡ് ഏതൊക്കെ ചേർക്കണമെന്ന് മനസ്സിലായി കാണും. റിപ്പോർട്ടഡ് ക്ലോസ് എന്ന് പറഞ്ഞാൽ എന്താണോ റിപ്പോർട്ട് ചെയ്യേണ്ടത് അതാണ്. അതിൻ്റെ അകത്ത് നമുക്ക് മാറ്റം വരുന്നത് സർവനാമങ്ങളും, അതായത് പ്രോനൗൺസും, അതുപോലെ തന്നെ ടെൻസ് ഫോംസുമാണ്. പിന്നെ കുറച്ച് ആഡ്വേർബിയൽ ഫോംസ്, അഡ്ജക്റ്റീവൽ ഫോംസൊക്കെ മാറ്റം വരും. അതൊക്കെ നമുക്ക് ഇനി അങ്ങോട്ടുള്ള സ്റ്റെപ്പുകളിൽ പഠിക്കാം. ശ്രദ്ധിക്കുക, എന്തൊക്കെ മാറ്റങ്ങൾ വരണം. ഇഫ് ദ റിപ്പോർട്ടിംഗ് വേർബ് ഈസ് ഇൻ പാസ്റ്റ് ടെൻസ്, റിപ്പോർട്ടിംഗ് വേർബ് പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ ഓൾ ദ പ്രസൻറ്റ് ടെൻസ് ഫോംസ് മസ്റ്റ് ബി ചേഞ്ച്ഡ് ഇൻ ടു ഇറ്റ്സ് പാസ്റ്റ് ഫോംസ്. ഇതാണ് റിപ്പോർട്ട് ചെയ്യുമ്പോഴുള്ള ഒരു റൂള്. ഇഫ് ദ റിപ്പോർട്ടിംഗ് വേർബ് ഈസ് ഇൻ പാസ്റ്റ് ടെൻസ്, ഓൾ ദ പ്രസൻറ്റ് ടെൻസ് ഫോംസ് മസ്റ്റ് ബി ചേഞ്ച്ഡ് ഇൻ ടു ഇറ്റ്സ് പാസ്റ്റ് ഫോംസ്. ഏത് രൂപത്തിലാണോ അവിടെ തന്നിരിക്കുന്നത്, പ്രസൻറ്റ് ടെൻസ് രൂപത്തിലാണെങ്കിൽ അതിനെ തുല്യമായിട്ടുള്ള പാസ്റ്റ് ടെൻസ് രൂപത്തിലേക്ക് ചേഞ്ച് ചെയ്യണം. എങ്ങനെയാണെങ്കിൽ ദർ ഇസ് എ കണ്ടീഷൻ, ഇഫ് ദ റിപ്പോർട്ടിംഗ് വേർബ് ഈസ് ഇൻ പാസ്റ്റ് ടെൻസ്. റിപ്പോർട്ടിംഗ് വേർബ് പാസ്റ്റ് ടെൻസിൽ അല്ലെങ്കിൽ ഈ ടെൻസ് ചേഞ്ചസ് പാസ്റ്റ് ടെൻസിലേക്ക് പോകണമെന്നുണ്ടാകില്ല. അതായത് റൈറ്റ്, റൈറ്റ്സ് എന്നതാണ് ക്രിയെങ്കിൽ നമുക്കറിയാം അത് സിമ്പിൾ പ്രസൻറ്റ് ഫോമാണ്. സബ്ജക്റ്റിന് ശേഷം റൈറ്റ് അല്ലെങ്കിൽ റൈറ്റ്സ് ആണ് തന്നത്. ഏകവചന സബ്ജക്റ്റ് ആണെങ്കിൽ റൈറ്റ്സ് എന്നും, ബഹുവചനമാണെങ്കിൽ റൈറ്റ് എന്നും ഉണ്ടാകും. അപ്പോൾ റൈറ്റ്, റൈറ്റ്സ് എന്ന രൂപത്തിലാണ് ക്രിയെങ്കിൽ നമ്മളതിനെ അതിന് തുല്യമായ പാസ്റ്റ് ടെൻസായ റോട്ടിലേക്ക് മാറ്റുന്നു. അടുത്തത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ഫോം ആയിരിക്കുന്ന ഈസ്, ആം, ആർ റൈറ്റിംഗ് ആണ്. ഈസ്, ആം, ആർ റൈറ്റിംഗ് ആണ്. ഇതിന് നമ്മൾ തുല്യമായ പാസ്റ്റ് ടെൻസ് വാസ് ഓർ വേർ റൈറ്റിങ്ങിലേക്ക് മാറ്റുന്നു. ഹാസ് ഓർ ഹാവ് റിട്ടൺ, ഇതിന് നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് രൂപം, പ്രസൻറ്റ് പെർഫെക്റ്റ് രൂപം എന്നാണ് പറയുക. അതിനെ നമ്മൾ തുല്യമായ പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് ഹാഡ് റിട്ടൺ എന്നാക്കി മാറ്റുന്നു. ഹാസ് ഓർ ഹാവ് ബീൻ റൈറ്റിംഗ്, ഇതിനെ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് രൂപം എന്ന് പറയും. അതിനെ നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് രൂപത്തിലേക്ക്, അതായത് ഹാഡ് ബീൻ റൈറ്റിങ്ങിലേക്ക് മാറ്റുന്നു. ഇവിടെ എന്താ മനസ്സിലായത്? എല്ലാ പ്രസൻറ്റ് ടെൻസ് രൂപങ്ങളും അതിന് തുല്യമായിട്ടുള്ള പാസ്റ്റ് ടെൻസ് രൂപത്തിലേക്ക് മാറ്റണം നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ, പ്രത്യേകിച്ചും റിപ്പോർട്ടിംഗ് വേർബ് പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ. ഇനി നമുക്ക് പാസ്റ്റ് ടെൻസ് ഫോംസും ചേഞ്ച് ആവുമല്ലോ. തന്നിരിക്കുന്നതെല്ലാം പ്രസൻറ്റ് ടെൻസ് തന്നെ ആവണമെന്നില്ലല്ലോ, പാസ്റ്റ് ടെൻസിൽ തരൂലേ. ഇപ്പോൾ പാസ്റ്റ് ടെൻസ് രൂപങ്ങൾ എന്തൊക്കെ, എങ്ങനെയൊക്കെ ചേഞ്ച് ആവും? ഇപ്പോൾ റൈറ്റ്, റൈറ്റ്സ് റോട്ടായി. റോട്ടാണ് തന്നതെങ്കിലോ അതിനെ നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റായ ഹാഡ് റിട്ടണിലേക്ക് മാറ്റണം. നേരത്തെ നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റിനെ പാസ്റ്റ് പെർഫെക്റ്റ് ആക്കിയിട്ട് ഹാവ് ഓർ ഹാസ് റിട്ടണെ ഹാഡ് റിട്ടൺ ആക്കി മാറ്റണം എന്ന് പറഞ്ഞു. ഇവിടെ റോട്ടിനെയും നമ്മൾ ഹാഡ് റിട്ടൺ എന്നാക്കിയിട്ടാണ് മാറ്റേണ്ടത്. അതുപോലെ തന്നെ വാസ് ഓർ വേർ റൈറ്റിങ് പാസ്റ്റിൻ്റെ കണ്ടിന്യൂസ് രൂപമാണ്. ഈസ്, എം, ആർ റൈറ്റിങ് നമ്മൾ നേരത്തെ വാസ് ഓർ വേർ റൈറ്റിംഗ് ആക്കി. ഇവിടെ വാസ് ഓർ വേർ റൈറ്റിംഗ് ആണ് തന്നത്, അപ്പോൾ അതിനെ നമ്മൾ എന്താക്കും? ഹാഡ് ബീൻ റൈറ്റിംഗ് എന്നാക്കണം.
വാസ് ഓർ വേർ റൈറ്റിംഗ്, ഹാഡ് ബീൻ റൈറ്റിംഗ് ആയിട്ട് മാറും. എന്നാൽ പാസ്റ്റ് ടെൻസിൻ്റെ അടുത്ത രണ്ട് രൂപങ്ങളുടെ കാര്യം നോക്ക്. ഹാഡ് റിട്ടൺ, ഒരു ചേഞ്ചുമില്ല, ഹാഡ് റിട്ടൺ തന്നെ എഴുതാം. ഹാഡ് ബീൻ റൈറ്റിംഗ് വന്നാലും ഒരു മാറ്റവും വരുത്തണ്ട, ഹാഡ് ബീൻ റൈറ്റിംഗ് തന്നെ എഴുതാം. ഹാഡ് റിട്ടണും ഹാഡ് ബീൻ റൈറ്റിങ്ങിനും നോ ചേഞ്ചസ്, നമ്മൾ മാറ്റം വരുത്തേണ്ടതില്ല, അങ്ങനെ തന്നെ നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ എടുക്കാം. പക്ഷേ റോട്ടിനെ ഹാഡ് റിട്ടൺ ആക്കണം. വാസ് ഓർ വേർ റൈറ്റിംഗ് എന്ന രൂപമാണ് നമുക്ക് തന്നിരിക്കുന്ന വാക്യത്തിലുള്ളതെങ്കിൽ അതിനെ ഹാഡ് ബീൻ റൈറ്റിംഗ് എന്നാക്കി മാറ്റണം. ഇനി ഇതുപോലെ തന്നെ ഓൾ ഫ്യൂച്ചർ ഫോംസ്, പ്രസൻറ്റും പാസ്റ്റും കഴിഞ്ഞാൽ ഫ്യൂച്ചർ ഉണ്ടാവില്ലേ? ഫ്യൂച്ചർ ഫോംസിനെ ഓൾ ഫ്യൂച്ചർ ഫോംസ് മസ്റ്റ് ബി ചേഞ്ച്ഡ് ആസ് കണ്ടീഷണൽ പാസ്റ്റ്. ഇവിടെ നമ്മൾ പറയുന്നത് കണ്ടീഷണൽ പാസ്റ്റ് എന്നാണ്, ശരിക്കും പാസ്റ്റ് ടെൻസിലേക്കല്ല. അതായത് ക്യാൻ എന്ന വാക്കിനെ നമ്മൾ കുഡാക്കുന്നു, മേ മൈറ്റാകുന്നു, വിൽ വുഡാക്കുന്നു, ഷാലിനെ ഷുഡാക്കുന്നു. ഇതിനോട് ചേർന്ന് വരുന്ന ഭാഗങ്ങളൊക്കെ അതുപോലെ നോക്കും. ഇപ്പം നേരത്തെ ക്യാൻ ഹെൽപ്പ് അല്ലെങ്കിൽ മേ ഹെൽപ്പ് എന്തായി? മൈറ്റ് ഹെൽപ്പ് എന്നാണ് വന്നത്, ഹെൽപ്പിനെ ഹെൽപ്പിടാക്കുന്നില്ല. അപ്പോൾ ക്യാൻ റൈറ്റ് ആണെങ്കിൽ അത് കുഡ് റൈറ്റ് എന്ന് വരും. ക്യാനിനെ മാത്രം നമ്മൾ കുഡാക്കും. മേ റൈറ്റ് ആണെങ്കിൽ മൈറ്റ് റൈറ്റ് എന്നാക്കി മാറ്റും. വിൽ റൈറ്റ് വുഡ് റൈറ്റ് ആയിട്ടും ഷാൾ റൈറ്റ് ഷുഡ് റൈറ്റ് ആയിട്ടും മാറ്റണം. റൈറ്റിനെ റോട്ടാക്കേണ്ട കാര്യമില്ല ഇത്തരം ഭാഗങ്ങൾ വരുമ്പോൾ. ഇനി നമുക്ക് പ്രോനൗണുകൾ നേരത്തെ ഐ ഹി ഒക്കെ ആയിട്ടുണ്ടല്ലോ, യുവിനെയും നമ്മൾ ഹിമ്മൊക്കെ ആക്കി മാറ്റിയിട്ടുണ്ടല്ലോ. എന്തൊക്കെയാണ് പ്രോനൗൺസിൽ വരുന്ന ചേഞ്ചസ്? സാധാരണഗതിയിൽ ഐയും വിയും നമ്മൾ ഫസ്റ്റ് പേഴ്സണൽ പ്രോനൗണുകൾ എന്നാണ് പറയുക. ഫസ്റ്റ് പേഴ്സണൽ പ്രോനൗണുകൾ വരുമ്പോൾ അതിനെ തേർഡ് പേഴ്സണൽ പ്രോനൗണുകളാക്കിയിട്ട് മാറ്റും. അതായത് ഐ എന്നത് സിംഗുലർ സബ്ജക്റ്റ് ആയതുകൊണ്ട് ഹി അല്ലെങ്കിൽ ഷീ ഇതിലേതെങ്കിലും ഒന്നായിട്ട് മാറാറുണ്ട്. വി എന്നത് എപ്പോഴും ദേ ആയിട്ടാണ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ മാറുക. യു മാറ്റുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. യു എന്താണ്? യു എന്ന് പറയുന്നത് ഹി, ഷീ, ഐ, യു, ദേ ഇവയിൽ ഏത് വേണമെങ്കിലും ആയി മാറാം. എന്ന് പറഞ്ഞാൽ ആരോടാണോ പറയുന്നത് അതിനനുസരിച്ച്, ആരോടാണോ സംസാരിക്കുന്നത് അതിനനുസരിച്ചാണ് യു എന്ന സർവനാമത്തിന് മാറ്റം വരുന്നത്. ഇനി ചില അഡ്ജക്റ്റീവ്സും ആഡ്വർബ്സും ഒക്കെ ഈ സെൻറ്റൻസിൻ്റെ ഭാഗമായിട്ട് വരും. അത്തരം വാക്കുകൾ എങ്ങനെയൊക്കെ ചേഞ്ച് ആകണം? ചില വാക്കുകളെ നമുക്ക് നോക്കാം. ദിസ് എന്ന് പറയുന്ന വാക്കുണ്ടെങ്കിൽ അതിനെ ദാറ്റ് ആക്കണം. ദീസ് എന്ന് പറയുന്ന വാക്കുണ്ടെങ്കിൽ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അത് ദോസ് ആവും. ഹിയർ എന്നുള്ളത് ദർ ആകും. അതുപോലെ തന്നെ നൗ, ദെൻ നമ്മൾ നേരത്തെ ഒരു സെൻറ്റൻസിൽ മാറ്റിയതാണ്. നൗ എന്നതിനെ ദെൻ ആക്കി മാറ്റണം. ടുഡേ എന്നുള്ളത് ദാറ്റ് ഡേ എന്നാകും. യെസ്റ്റർഡേ ദ പ്രീവിയസ് ഡേ ആയിട്ട് മാറും. ടുമോറോ എന്നുള്ളത് ദ ഫോളോയിങ് ഡേ ഓർ ദ നെക്സ്റ്റ് ഡേ എന്ന് വരും. നെക്സ്റ്റ് വീക്ക് എന്നുള്ളത് ദ ഫോളോയിങ് വീക്ക് എന്നായിട്ട് വരും. എഗോ എന്നുള്ള വാക്ക് ബിഫോർ എന്നാക്കി മാറ്റണം. ഹെൻസ് എന്നുള്ള വാക്ക് വളരെ അപൂർവമായിട്ടേ വരാറുള്ളൂ. ദെൻസ് എന്നാണ് അതാക്കി മാറ്റേണ്ടത്. നമുക്ക് ലെറ്റ് സം അപ്പ് ബൈ ഡൂയിങ് സം എക്സസൈസ്. നമുക്ക് സാധാരണഗതിയിൽ ഇത് ഒരു റിപ്പോർട്ട് ചെയ്യാനുള്ള ഓരോ സെൻറ്റൻസിനെയും നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ചില സെൻറ്റൻസുകൾ, അപൂർവം ചില സെൻറ്റൻസുകൾ കൂടി നമുക്കിവിടെ സൂചിപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ ഭാഗം അവസാനിപ്പിക്കാം. നമ്മുടെ ഇനി എടുക്കാനുള്ള ഇതുവരെയുള്ള ഭാഗത്ത് വരുന്ന ഒരു പാഠമല്ല ഇത്, എങ്കിലും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് വരാൻ സാധ്യതയുള്ള, ഭാവിയിലുള്ള പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് വാങ്ക അതുപോലെ തന്നെ ഗ്രാൻഡ്പ. വാങ്കയും അവൻ്റെ ഗ്രാൻഡ്പയും തമ്മിൽ, വാങ്ക എന്നൊരു പാഠം നമുക്ക് പഠിക്കാനുണ്ട്. വാങ്ക എന്താണ് പറയുന്നത്? ഗ്രാൻഡ്പ, വൈ ഡിഡ് യു സെൻഡ് മീ ഹിയർ? വൈ ഡിഡ് യു സെൻഡ് മീ ഹിയർ? എന്നെ എന്തിനാണ് ഇവിടത്തേക്ക് അയച്ചത് എന്ന് പറയുകയാണ്. ഗ്രാൻഡ്പ അതിന് ഉത്തരം കൊടുക്കുന്നു, ഐ തോട്ട് മിസ് എലിയാഖിൻ ഈസ് എ ഗുഡ് മാൻ. ഇവിടെ എലിയാഖിൻ എന്ന് പറയുന്ന ഒരു ഷൂ മേക്കറുടെ അടുത്തേക്ക് വാങ്കയെ പറഞ്ഞു വിട്ട് അവിടുന്ന് പീഡനം അനുഭവിക്കുന്ന വാങ്കയുടെ ഒരു കഥയാണ് വാങ്ക എന്ന് പറയുന്ന ലെസൺ നമുക്ക് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് വളരെയധികം വിഷമത്തോടെ വാങ്ക തൻ്റെ ഗ്രാൻഡ്പയെ എവിടെ കൊണ്ടുചെന്നാക്കിയ, തൊഴിൽ പഠിക്കാൻ എവിടെ കൊണ്ടുചെന്നാക്കിയ ഗ്രാൻഡ്പയോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇവിടെ തന്നിരിക്കുന്നത്. വൈ ഡിഡ് യു സെൻഡ് മീ ഹിയർ? എന്തിനാണ് എന്നെ ഇവിടെ അയച്ചത് എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഗ്രാൻഡ്പ പറയുന്ന മറുപടി, ഐ തോട്ട്, ഞാൻ കരുതി, മിസ്റ്റർ എലിയാഖിൻ ഈസ് എ ഗുഡ് മാൻ, അയാളൊരു നല്ല വ്യക്തിയാണ് എന്ന്. ഇതെങ്ങനെ നമുക്ക് റിപ്പോർട്ട് ചെയ്യാം? ഇവിടെ നമുക്ക് ആദ്യത്തേത് ഗ്രാൻഡ്പയെ വിളിച്ചുകൊണ്ടുള്ളൊരു ചോദ്യമാണ്, ക്വസ്റ്റ്യനാണ്, WH ക്വസ്റ്റ്യനാണ്, ക്വസ്റ്റ്യൻ വേർഡ് ക്വസ്റ്റ്യനാണ്. രണ്ടാമത്തേത് ഗ്രാൻഡ്പ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലുള്ള ഒരു ഉത്തരമാണ്. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ എന്താണ്? വാങ്ക ആസ്ക്ഡ് ഹിസ് ഗ്രാൻഡ്പ.
ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് റിപ്പോർട്ടിംഗ് ക്ലോസ് റെഡിയായി. ഇനി ഗ്രാൻഡ് പാ എന്നുള്ള വിളി നമുക്ക് വീണ്ടും ആവശ്യമില്ല. വാങ്ക ആസ്ക്ഡ് ഹിസ് ഗ്രാൻഡ് പാ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ക്വസ്റ്റ്യൻ വേർഡ് ക്വസ്റ്റ്യൻ ആകുമ്പോൾ സെയിം ക്വസ്റ്റ്യൻ വേർഡ് യൂസ്ഡ് ആസ് എ ലിങ്കിങ് വേർഡ്. വൈ ഡിഡ് യു സെൻഡ് മീ ഹിയർ? വളരെ ശ്രദ്ധിക്കണം. ഡിഡ് യു സെൻഡ് മീ ഹിയർ. ഇവിടെ യു ഡിഡ് സെൻഡ് മീ ഹിയർ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റേറ്റ്മെൻ്റ് ആക്കിയാണെങ്കിൽ ഡിഡ് യു സെൻഡ് മീ ഹിയറിനെ നമുക്കെങ്ങനെ സ്റ്റേറ്റ്മെൻ്റ് ആക്കി മനസ്സിൽ വെക്കാം? യു ഡിഡ് സെൻഡ് മീ ഹിയർ എന്ന് വെക്കാം. അപ്പോൾ യുവിൻ്റെ സ്ഥാനത്ത് ഗ്രാൻഡ് പേ ആണ്. സ്വാഭാവികമായിട്ട് നമ്മൾ ഹീ എടുക്കുന്നു. അപ്പോൾ വാങ്ക ആസ്ക്ഡ് ഹിസ് ഗ്രാൻഡ് പാ വൈ ഹീ എന്ന് വരെ ശരിയായി. ഇനി ബാക്കിയുള്ളത് ഡിഡ് യു എന്നുള്ളതിലെ ഡിഡും സെൻഡും എടുത്ത് വന്നിട്ടുണ്ട്. യു ഇങ്ങോട്ട് എടുത്തുവല്ലോ. അപ്പോൾ ഡിഡ് സെൻഡ് മീ ഹിയർ എന്നാണ് ബാക്കിയുള്ളത്. ഈ ഡിഡും സെൻഡും ചേർന്ന് കഴിഞ്ഞാൽ ഇവിടെ പാസ്റ്റ് ടെൻസാണ് തന്നത് തന്നെ. അതായത് നമ്മൾ റൈറ്റ് ഓർ റൈറ്റ്സിന് പകരം അതിനെ മാറ്റുമ്പോൾ റോട്ട് എഴുതുന്നു. റോട്ട് വന്നാൽ എന്താക്കുമെന്ന് പറഞ്ഞു? ഹാഡ് റിട്ടൺ എന്നാക്കണം. ഇവിടെ ഡിഡും സെൻഡും വന്നാൽ V2 രൂപമാണ്. V2 ഫോം ഓഫ് ദ വേർബായി. ഡിഡ് സെൻഡ് സെൻറ്റ് SENT. ആ സെൻറ്റ് എന്ന് പറയുമ്പോൾ V2 ആണ്. നമ്മുടെ റോട്ടിന് സമാനമായിട്ട് വരുന്നതാണ്. അപ്പോൾ റോട്ട് ഹാഡ് റിട്ടൺ ആണെങ്കിൽ സെൻറ്റ് എന്താകും? ഹാഡ് സെൻറ്റ് എന്ന് വരും. അപ്പോൾ ഡിഡ് പ്ലസ് സെൻഡ് സെൻറ്റ് എന്ന V2 ആവുന്നത് കൊണ്ടാണ് അതിനെ നമ്മൾ പാസ്റ്റ് ടെൻസ് ആയതുകൊണ്ടാണ് അതിനെ നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് മാറ്റുന്നത്. അപ്പോൾ വാങ്ക ആസ്ക്ഡ് ഹിസ് ഗ്രാൻഡ് പാ വൈ ഹീ ഡിഡ് പ്ലസ് സെൻറ്റ് സെൻറ്റാണ്. അപ്പോൾ ഹാഡ് സെൻറ്റ്. വൈ ഹീ ഹാഡ് സെൻറ്റ് ഹിം. മീ എന്നുള്ളത് ഹിം. വാങ്ക ചോദിച്ചപ്പോൾ നമ്മൾ പറയേണ്ടത് ഹിം എന്നാണ്. ഹിയർ എന്നുള്ളത് എന്തായി മാറ്റുന്നു പറഞ്ഞു? ദർ എന്നാകും. ഫുൾ സ്റ്റോപ്പാണ്. ക്വസ്റ്റ്യൻ മാർക്ക് ഇടരുത്. അപ്പോൾ വാങ്ക ആസ്ക്ഡ് ഹിസ് ഗ്രാൻഡ് പാ വൈ ഹീ ഹാഡ് സെൻറ്റ് ഹിം ദർ. ഇനി ഗ്രാൻഡ് പാ പറയുന്ന ഉത്തരം എന്താണ്? ഗ്രാൻഡ് പാ റിപ്ലൈഡ്. ഗ്രാൻഡ് പാ മറുപടി പറയുന്നു ദാറ്റ്. ഗ്രാൻഡ് പാ റിപ്ലൈഡ് വാങ്ക എന്ന് വേണമെങ്കിൽ ചേർക്കാം. ഗ്രാൻഡ് പാ റിപ്ലൈഡ് ദാറ്റ് ഐ തോട്ട് എന്നാണല്ലോ പറയുന്നത്. അവിടെ തോട്ട് തിങ്കിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ്. ഇവിടെയും തോട്ട് പാസ്റ്റ് ടെൻസ് ആണ്. എന്തായി മാറണം? തിങ്ക് തോട്ട് തോട്ട്. V3 ഫോം പ്ലസ് ഹാഡ് വരണം. അപ്പോൾ ഹാഡ് തോട്ടാണ് തോട്ടിനെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ എടുക്കേണ്ടത്. അപ്പോൾ ഗ്രാൻഡ് പാ റിപ്ലൈഡ് ദാറ്റ് ഹി ഹാഡ് തോട്ട് മിസ്റ്റർ എലിയാക്കിൻ ഈസ് എ ഗുഡ് മാൻ എന്നുള്ളത് പാസ്റ്റ് ആക്കുമ്പോൾ വാസ് എ ഗുഡ് മാൻ. അപ്പോൾ ഗ്രാൻഡ് പാ റിപ്ലൈഡ് ദാറ്റ് ഹി ഹാഡ് തോട്ട് മിസ്റ്റർ എലിയാക്കിൻ വാസ് എ ഗുഡ് മാൻ. എങ്ങനെയാണ് ഹി ഹാഡ് സെൻറ്റ് അതുപോലെ തന്നെ ഹി ഹാഡ് തോട്ട് വന്നത് എന്ന് മനസ്സിലാക്കി കാണുമെന്ന് കരുതുന്നു.